ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഒഫൻസസ് അഗേൻസ്റ്റ് പ്രോപ്പർട്ടി. അതായത് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഓൺ ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം അതിന് അഗേൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒഫൻസുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആരൊക്കെ എന്തൊക്കെ ചെയ്താലാണ് അത് ഒഫൻസ് ആയിട്ട് മാറുക, അങ്ങനെ എന്തെങ്കിലും ഒഫൻസ് ചെയ്താൽ അവർക്ക് എന്ത് പണിഷ്മെന്റ്സ് നമുക്ക് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ ഇത് രണ്ട് പാർട്ടായിട്ടാണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് സെക്ഷൻ 303. സെക്ഷൻ 303 പറയുന്നത് തെഫ്റ്റിനെ പറ്റിയിട്ടാണ്. BNS സെക്ഷൻ 303 പറയുന്നത് തെഫ്റ്റ് എന്താന്നുള്ളതാണ്. സോ നമ്മൾ തെഫ്റ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളത് ആണല്ലേ. എന്താണ് തെഫ്റ്റ് എന്ന് പറഞ്ഞാല് മോഷണത്തിനെയാണ് നമ്മൾ തെഫ്റ്റ് എന്ന് പറയുന്നത്. ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ എന്തെങ്കിലും സാധനം മോഷ്ടിച്ചു പോകുന്നതിനാണ് നമ്മൾ തെഫ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് സെക്ഷൻ 1 അതിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഡെഫിനിഷൻ ഓഫ് തെഫ്റ്റ് ആണ് സെക്ഷൻ 1. നൗ വാട്ട് ഈസ് തെഫ്റ്റ് എന്ന് നോക്കാം. തെഫ്റ്റ് ഹാപ്പൻസ് വെൻ, എപ്പോഴാണ് തെഫ്റ്റ് സംഭവിക്കുന്നത്? A person dishonestly takes any movable property like money, goods, animals, etc. out of someone's possession without their consent and moves in order to take it dishonestly. അതായത് ഒരാള് ഡിസോണസ്റ്റ്ലി എന്ന് പറയുമ്പോൾ സത്യസന്ധത അല്ലാതെ, അതായത് എന്തെങ്കിലും മോശം ഉദ്ദേശത്തോടു കൂടി മറ്റൊരാളുടെ ഒരു മൂവബിൾ പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് മണി, ഗുഡ്സ്, ആനിമൽ. അതൊക്കെ നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പം ഒരു വ്യക്തിന്റെ ഈ പറഞ്ഞ മൂവബിൾ പ്രോപ്പർട്ടി മറ്റൊരാള് അയാളുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അയാളുടെ സമ്മതമില്ലാണ്ട് എടുത്തുകൊണ്ട് പോകുന്നതിനാണ് തെഫ്റ്റ്. സിംപ്ലി പറഞ്ഞാൽ ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് അയാളുടെ സാധനം എടുത്തുകൊണ്ട് പോകുന്നതിനാണ് മോഷണം അല്ലെങ്കിൽ തെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ വേണം? കണ്ടീഷൻ എന്താണ്? ഡിസോണസ്റ്റ്ലി എടുക്കണം, ഔട്ട് ഓഫ് സംവൺസ് പൊസഷൻ, ആ വ്യക്തിയുടെ പൊസഷനിൽ നിന്നും, അയാളുടെ കൈവശം ഇരിക്കുന്ന സാധനം അയാളുടെ കയ്യിൽ നിന്നും എടുത്തിട്ട് പോകണം, ആൻഡ് അവരുടെ കൺസെന്റ് ഇല്ലാതായിരിക്കണം എടുത്തിട്ട് പോകുന്നത്, ആൻഡ് മൂവ്സ് ഇറ്റ്, എന്തിനു വേണ്ടിയിട്ട് അത് മൂവ് ചെയ്യുന്നത്? എന്തെങ്കിലും ഡിസോണസ്റ്റ് വേയിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവും. മൂവ്സ് ഇൻ ഓർഡർ ടു ടേക്ക് ഇറ്റ് ഡിസോണസ്റ്റ്ലി, അതായത് സത്യസന്ധമല്ലാതായിരിക്കും ആ സാധനം എടുത്തിട്ടുണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കീ വേർഡ്സ് അല്ലെങ്കിൽ കീ കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഡിസോണസ്റ്റ് ഇന്റൻഷൻ ആയിരിക്കണം. ഡിസോണസ്റ്റ് ഇന്റൻഷൻ എന്ന് വെച്ചാൽ ദ പേഴ്സൺ മസ്റ്റ് ഹാവ് ദ ഇന്റന്റ് ടു റോങ്ഫുള്ളി ടേക്ക് ഐറ്റം, അതായത് നല്ല രീതിയിലല്ല, പകരം ഒരു മോശമായിട്ടില്ല, അയാൾക്ക് അറിയാം അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതിനാണ് നമ്മൾ ഡിസോണസ്റ്റ് ഇന്റൻഷനോട് കൂടി എടുക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, അതായത് ഐറ്റം മസ്റ്റ് ബി സംതിങ് ദാറ്റ് ക്യാൻ ബി മൂവ്ഡ്, എടുത്ത് മാറ്റാൻ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം. ദെൻ നോ കൺസെന്റ്, അതായത് ദ ഓണർ ഡിഡ് നോട്ട് അലോ ഇറ്റ്, ഇതിന്റെ ശരിക്കുള്ള മുതലാളി എന്ന് പറയത്തില്ല, ആ ഓണറിന് ഇത് എടുത്തോണ്ട് പോകാനുള്ള കൺസെന്റ് കൊടുത്തിട്ടില്ല. നാലാമത്തതാണ് മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. ദ ഐറ്റം മസ്റ്റ് ബി മൂവ്ഡ്, ഈവൻ കുറച്ച് ആ വെച്ചിരുന്ന പൊസിഷനിൽ നിന്ന് എടുത്ത് കുറച്ച് മാറ്റി വെച്ചാലും മതി. അവിടെ ആ എടുത്ത് മാറ്റുന്നത് എന്തായിരിക്കണം? ഈ പറഞ്ഞ ഡിസോണസ്റ്റ് ഇന്റൻഷനും ഒക്കെ കൂടി അല്ലെങ്കിൽ അയാളുടെ കൺസെന്റ് ഇല്ലാതെ മൂവബിൾ പ്രോപ്പർട്ടി എടുത്ത് മാറ്റതാണെങ്കിൽ ആ കുഞ്ഞി മൂവ്മെന്റും നമ്മളത് തെഫ്റ്റിന്റെ അണ്ടറിൽ കൊണ്ടുവരും. എക്സ്പ്ലനേഷൻസ് ആണ്. ഫസ്റ്റ് എക്സ്പ്ലനേഷൻ പറയുന്നത് things attached to earth like trees are not movable, but once detached they can be stolen. അതായത് നമ്മൾ ഈ പറഞ്ഞ മൂവബിൾ പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ട്രീസ് ഒക്കെ ഉണ്ടല്ലോ, മരങ്ങളൊക്കെ നമ്മളുടെ ഭൂമിയിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? വൺസ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഈ പറഞ്ഞ മരം നമ്മളുടെ ഭൂമിയിൽ അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതൊരു മൂവബിൾ പ്രോപ്പർട്ടി അല്ല, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. അത് നമ്മൾ ലാൻഡിന്റെ ഭാഗമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പക്ഷെ വൺസ് നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഭൂമിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് അതെന്താണ്? അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. മരം എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യാം. സോ അതാണ് ഇവിടെ പറയുന്നത്. അത് ഡിറ്റാച്ച് ചെയ്ത്, മണ്ണിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് അത് മൂവബിൾ പ്രോപ്പർട്ടി ആക്കി കഴിഞ്ഞ് ആരെങ്കിലും അനുവാദം ഇല്ലാതെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ തെഫ്റ്റ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും.
ദെൻ രണ്ടാമത്തെ എക്സ്പ്ലനേഷനിൽ പറയുന്നത് എന്താണ്? ഇഫ് ദ ആക്ട് ഓഫ് കട്ടിംഗ് ഓർ റിമൂവിംഗ് ദ ഐറ്റം ആൻഡ് മൂവിംഗ് ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ സെയിം ടൈം ഇറ്റ് സ്റ്റിൽ കൗണ്ട്സ് ആസ് തെഫ്റ്റ്. അതായത് ഈ പറഞ്ഞ സാധനം മരം എന്താണ് കട്ട് ചെയ്ത് അതിനെ മൂവ് ചെയ്യുന്നതൊക്കെ ഒരേ സെയിം ആക്ട്, അതായത് അപ്പൊ തന്നെ കട്ട് ചെയ്ത് അയാൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതും എന്തായിട്ട് തന്നെയാണ്? തെഫ്റ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇഫ് ദ ആക്ട് ഓഫ് കട്ടിംഗ് ഓർ റിമൂവിംഗ് ദ ഐറ്റം ആൻഡ് മൂവിംഗ് ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് നമ്മൾ തെഫ്റ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നത്. ഇനി അടുത്ത എക്സ്പ്ലനേഷൻ ആണ്, theft can happen even if someone just removes a block or cuts something loose without touching the object directly. അത് ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കെട്ടി വെച്ചേക്കാം, നമ്മളിത് ഡയറക്ട്ലി അത് പോയിട്ട് എന്താ മോഷ്ടിക്കുന്നില്ല, പകരം നമ്മൾ എന്ത് ചെയ്യുക, ആ കെട്ടി വെച്ചേക്കുന്ന കയറൊന്ന് ലൂസാക്കി കൊടുക്കുന്ന. സോ നമുക്കറിയാം അത് ലൂസാക്കി കൊടുത്താൽ സംഭവം നീങ്ങി പൊക്കോളും എന്നുള്ളത് അറിയാം. അപ്പൊ ആ ഒരു ഇന്റൻഷനോട് കൂടി ചെയ്താലും നമുക്കപ്പം നമ്മൾ അറസ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു കയറ് വലിച്ചതേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം കയറ് വലിച്ചാൽ ഈ സാധനം മൂവ് ചെയ്ത് പോകും നമുക്കറിയാം. സോ അതും തെഫ്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അടുത്തതാണ്, ഇഫ് someone makes an animal move and it causes other thing to move, it also considered theft. ഇത് നമ്മൾ ഒരു ബുള്ളോക്ക് ആർട്ടൊക്കെ മനസ്സിലാലോചിച്ചാൽ മതി. നമുക്കറിയാം ഈ പറഞ്ഞ കാള അല്ലെങ്കിൽ ബുള്ളോക്കിന്റെ മേത്തായിരിക്കുമല്ലോ ഈ കാർട്ട് കെട്ടിവെച്ചിട്ടുണ്ടാകുക. അപ്പൊ നമ്മൾ ഈ കാളേനെ നീക്കുന്ന അനുസരിച്ചിട്ട് ഈ കാളവണ്ടിയും അതിന്റെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ കാളവണ്ടിയിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാളേനെ നീക്കിക്കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അതും ആ കാളവണ്ടിയിൽ ഇരിക്കുന്ന സാധനവും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. സോ അതാണ്, ഏതെങ്കിലും ഒരു ആനിമലിനെ മൂവ് ചെയ്ത് അതിന്റെ കൂടെ മറ്റെന്തെങ്കിലും ഒരു വസ്തുവും കൂടി മൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതും തെഫ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത എക്സ്പ്ലനേഷൻ ആണ്, കൺസെന്റ് ക്യാൻ ബി സ്പോക്കൺ ഓർ അണ്ടർസ്റ്റുഡ്. ഇറ്റ് ക്യാൻ ബി ഗിവൻ ബൈ ദ പേഴ്സൺ ഇൻ പൊസഷൻ ഓർ സമ്മൺ വിത്ത് അതോറിറ്റി. അതായത് ഈ പറഞ്ഞ കൺസെന്റ് കൊടുക്കണം അല്ലെങ്കിൽ കൺസെന്റ് ഇല്ലാതെ എടുക്കുന്നതിനെയാണ് നമ്മൾ തെഫ്റ്റ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കൺസെന്റ് എന്തായിരിക്കണം? ഒന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകണം, ഓക്കെ നിങ്ങൾ എടുത്തോ എന്ന് വാഗൊണ്ട് പറഞ്ഞിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അവർ ഇന്റന്റഡ് കൺസെന്റ് എന്ന് പറയണം. അതായത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഇവിടെ കൺസെന്റ് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഇന്റന്റഡ് കൺസെന്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ സ്പീക്കർ ആയിരിക്കണം അല്ലെങ്കിൽ ഇന്റന്റഡ് കൺസെന്റ് ഉണ്ടാകണം. ആൻഡ് ഈ പറഞ്ഞ കൺസെന്റ് ആരായിരിക്കണം തരുന്നത്? ഒന്നെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഉള്ള ആള് അല്ലെങ്കിൽ അങ്ങനെ കൺസെന്റ് കൊടുക്കാൻ അതോറിറ്റി ഉള്ള ഒരാളായിരിക്കണം കൊടുത്തിട്ടുണ്ടാവുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് കൺസെന്റ്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞ തെഫ്റ്റ് ആകും തെഫ്റ്റ് ആകില്ല എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ഇലുസ്ട്രേഷൻസ് പറയുന്നുണ്ട്, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇത് തെഫ്റ്റ് ആണോ അല്ലയോ എന്ന് ഇവിടെ പറയുന്നുണ്ട്, ആൻഡ് അതിന്റെ റീസണും ഇവിടെ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ആണ്, എ കട്ട്സ് ആൻഡ് ടേക്സ് എ ട്രീ ഫ്രം സീസ് ലാൻഡ്. എ എന്ത് ചെയ്യാണ്? സീന്റെ ലാൻഡിൽ പോയിട്ട് സീന്റെ അവിടെ ലാൻഡിൽ നിന്നൊരു മരം മുറിച്ചെടുക്കുകയാണ്. അതൊരു തെഫ്റ്റ് ആണോ? അതെ, അത് തെഫ്റ്റ് ആണ്. കാരണം എന്താണ്? ട്രീ വാസ് മൂവ്ഡ് വിത്ത് ഡിസോണസ്റ്റ് ഇന്റന്റ്. അവിടെ ആ ഒരു മരം ഡിസോണസ്റ്റ് ഇന്റൻഷനോട് കൂടിയാണ് എ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് അതൊരു തെഫ്റ്റ് ആയി മാറി. രണ്ടാമത്തെ ഇലുസ്ട്രേഷൻ ആണ്, എ ട്രിക്സ് സീസ് ഡോഗ് ടു ഫോളോ ഹിം. എ എന്ത് ചെയ്യുകയാണ്? സീന്റെ ഡോഗിനെ ട്രിക്ക് ചെയ്ത് അതിനെ കൊണ്ടുപോവുകയാണ്. അതായത് പറ്റിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് ഡോഗിനെ പറ്റിച്ച് കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു തെഫ്റ്റ് ആണോ? യെസ്, അതും ഒരു തെഫ്റ്റ് ആണ്. കാരണം എന്താണ്? ഡോഗ് മൂവ്ഡ് ഡ്യൂ ടു എസ് ഡിസോണസ്റ്റ് ആക്ട്. അവിടെ എ ഡിസോണസ്റ്റി ആക്ട് ചെയ്തത് കൊണ്ടാണ് അവിടെ ഡോഗ് മൂവ് ചെയ്തത്, ആൻഡ് അവിടെ സീന്റെ കൺസെന്റ് ഉണ്ടാവില്ല. സോ അതൊരു തെഫ്റ്റ് ആയിട്ട് മാറി. ഇനി അടുത്ത ഇലുസ്ട്രേഷൻ ആണ്, എ ഡ്രൈവ്സ് എ ബുള്ളോക്ക് വിത്ത് ട്രഷർ. അതായത് ഒരു ബുള്ളോക്കാട്ട് അതിനകത്ത് എന്തെങ്കിലും നിധി അല്ലെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇയാൾ പോവുകയാണ്. അതൊരു തെഫ്റ്റ് ആണോ? യെസ്. കാരണം എന്താണ്? ഡിസോണസ്റ്റ് ഇന്റൻഷൻ ആണ് അവിടെയും കാരണമായിട്ട് വരുന്നത്, ടു ടേക്ക് ദ ട്രഷർ. അടുത്ത ഇലുസ്ട്രേഷൻ ആണ്, സെർവന്റ് റൺസ് അവേ വിത്ത് എംപ്ലോയേഴ്സ് പ്ലേറ്റ്. ഒരു എംപ്ലോയറിന്റെ പ്ലേറ്റ് വെച്ച് അവിടുത്തെ വേലക്കാരൻ അല്ലെങ്കിൽ സെർവന്റ് അതും കൊണ്ട് ഓടി. അതൊരു തെഫ്റ്റ് ആണോ? അതെ. കാരണം ടുക്ക് ഇറ്റ് വിത്തൗട്ട് കൺസെന്റ്. അയാളുടെ കൺസെന്റ് ഇല്ലാതെ, എംപ്ലോയറിന്റെ കൺസെന്റ് ഇല്ലാതാണ് എടുത്തിട്ട് പോയിട്ടുള്ളത്. സോ അതൊരു തെഫ്റ്റ് ആണ്. നെക്സ്റ്റ് ആണ്, എ സെൽസ് എ പ്ലേറ്റ് കെപ്റ്റ് ഇൻ വെയർ ഹൗസ്. അതായത് വെയർ ഹൗസിൽ വെച്ചിരുന്ന ഒരു പ്ലേറ്റ് എ എടുത്ത് എന്ത് ചെയ്തു? വിറ്റു. അതൊരു തെഫ്റ്റ് ആണോ? അല്ല. കാരണം എന്താണ്? ഇറ്റ് വാസൻ
ഇൻ സീസ് പൊസഷൻ, അതായത് സീന്റെ വെയർ ഹൗസിൽ നിന്ന് എടുത്തിട്ടാണ് സംഭവം വിറ്റിട്ടുള്ളത്. വിച്ച് മീൻസ് സീന്റെ ഡയറക്റ്റ് പൊസിഷനിലല്ല സാധനം വരുന്നത്, വെയർ ഹൗസിൽ ഇരിക്കുന്ന സാധനമാണ് എടുത്ത് വിറ്റിട്ടുള്ളത്. സോ അതിനെ നമുക്ക് തെഫ്റ്റിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും കുറ്റമായിരിക്കും അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്, തെഫ്റ്റിന്റെ അണ്ടറിൽ വരില്ല. ഓക്കെ, ദെൻ എ ഫൈൻസ് സീസ് റിംഗ് ഓൺ സീസ് ടേബിൾ. ഇത് മേ ബി വരുന്നത് എന്തിന്റെ അണ്ടറിലായിരിക്കും? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു സെക്ഷൻ ഉണ്ട്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്, തെഫ്റ്റിന്റെ അണ്ടറിൽ വരില്ല. കാരണം ഇവിടെ ഒരു എംപ്ലോയി ആണ് എടുത്ത് വിറ്റിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ സെക്ഷൻ എംപ്ലോയി ആണ് വിറ്റിട്ടുള്ളത്, എംപ്ലോയറിന്റെ സാധനം എടുത്ത് എംപ്ലോയി അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടിയുടെ അണ്ടറിലായിരിക്കും വരുന്നത്, തെഫ്റ്റ് ആയിരിക്കില്ല. അടുത്തത് എന്താണ്? എ ഫൈൻസ് സീസ് റിംഗ് ഓൺ സീസ് ടേബിൾ ആൻഡ് ടേക്സ് ഇറ്റ്. എ സീന്റെ ഒരു റിംഗ് സീന്റെ ടേബിളിൽ ഇരിക്കുന്ന കണ്ടിട്ട് പോയിട്ട് എടുത്തു. അവിടെ എന്ത് സംഭവിച്ചു? അതൊരു മോഷണമാണല്ലേ. അയാളുടെ റിംഗ് ഇരിക്കുന്നത് കണ്ട് അയാളുടെ സമ്മതം ഇല്ലാണ്ട് അത് എടുത്തിട്ട് പോയാൽ അത് മോഷണമാണ്. അതിന്റെ റീസൺ എന്താ? ഇറ്റ് വാസ് സ്റ്റിൽ ഇൻ സീസ് പൊസഷൻ ആയതുകൊണ്ട്, സീന്റെ പൊസഷൻ ഇരിക്കുന്ന സാധനം എടുത്തിട്ട് പോയത് കൊണ്ട് അത് മോഷണമാണ്. ദെൻ എ ഫൈൻസ് റിംഗ് ഓൺ റോഡ് ആൻഡ് ടേക്സ് ഇറ്റ്. റോട്ടിൽ കിടന്ന ഒരു റിംഗ് ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് തെഫ്റ്റ് ആണോ? അല്ല. കാരണം നോ വൺസ് പൊസിഷൻ നോട്ട് തെഫ്റ്റ്. ആരുടെയും പൊസിഷനിലല്ല, നമുക്ക് അതിന്റെ ഓണർ ആരാന്ന് അറിയില്ല. അങ്ങനെ എടുത്തൊരു സാധനം ആയതുകൊണ്ട് അതിന് നമുക്ക് തെഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് തെഫ്റ്റ് ആയി മാറും. അതിനുള്ള റീസൺ സെക്ഷനൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കുന്നുണ്ട്. അടുത്തതാണ് എ ഹൈഡ്സ് എ റിംഗ് ഇൻ സീസ് ഹൗസ് ടു സ്റ്റീൽ ലേറ്റർ. അതായത് എ എന്ത് ചെയ്തു? ചിലപ്പോൾ സീന്റെ തന്നെ റിംഗ് ആയിരിക്കും, അത് ആ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു. എന്തിനു വേണ്ടിയിട്ട്? പിന്നീട് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. സീന്റെ വീട്ടിൽ തന്നെ വേറെ എവിടെയെങ്കിലും സീ കാണാത്ത എവിടെങ്കിലും, അതായത് ചിലപ്പോൾ ടേബിളിന്റെ പുറത്തിരുന്ന സാധനമായിരിക്കും, അതെടുത്ത് വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചു, സോ ദാറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് അയാൾക്ക് ഒന്ന് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതെന്താണ്? അതും ഒരു തെഫ്റ്റ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ വെച്ചിരുന്ന സാധനം ഈ പറഞ്ഞ ബാഡ് ഇന്റൻഷനോട് കൂടി കുറച്ച് മൂവ് ചെയ്താൽ മതി അത് തെഫ്റ്റ് ആയിട്ട് മാറും എന്നുള്ളത്. ഫസ്റ്റ് മൂവ്മെന്റ് വാസ് ഡിസോണസ്റ്റ്, അതുകൊണ്ട് അത് തെഫ്റ്റ് ആയിട്ട് മാറി. then അടുത്തതാണ് എ ടേക്സ് ഹിസ് വാച്ച് ബാക്ക് ഫ്രം ജ്വല്ലർ ബൈ ഫോഴ്സ്. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വാച്ച് ജ്വല്ലറിയിൽ നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായി, എന്നിട്ട് എനിക്കത് അവർ തരാണ്ടിരുന്നപ്പോ ഞാനത് ഫോഴ്സ് ഉപയോഗിച്ച് തിരിച്ചു പിടിച്ചു വാങ്ങി. അതൊരു തെഫ്റ്റ് ആണോ? അല്ല. കാരണം ഞാൻ ഡിസോണസ്റ്റ് ഇന്റൻഷനോട് കൂടി അല്ല, എന്റെ സ്വന്തം വാച്ചാണ് ഞാൻ തിരിച്ച് ഫോഴ്സ് ഉപയോഗിച്ച് വാങ്ങിയത്, അതുകൊണ്ട് അത് തെഫ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തതാണ് സി ഹോൾഡ്സ് വാച്ച് ഫോർ അൺപെയ്ഡ് ഡെപ്റ്റ്, എ ടേക്സ് ഇറ്റ്. ഇനി ഈ പറഞ്ഞ വാച്ച് ഞാന് എന്റെ ഏതെങ്കിലും അൺപെയ്ഡ് ഡെപ്റ്റിന് വേണ്ടി കൊടുത്തതാണ്. വിച്ച് മീൻസ് ഞാന് ഇന്ന ആൾക്ക് സീക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞ വാച്ച് കൊടുത്തു. അല്ലെങ്കിൽ സീ പറഞ്ഞു, ഓക്കെ നീ പൈസ തരുന്നിടം വരെ നിന്റെ വാച്ച് ഞാൻ എന്റെ കയ്യിൽ വെക്കും എന്ന് പറഞ്ഞ് എടുത്തു. എന്നിട്ട് ഞാൻ അത് എടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അയാളുടെ സമ്മതം ഇല്ലാണ്ട് പൈസ കൊടുക്കാണ്ട് ഞാൻ ആ വാച്ച് എടുത്തിട്ട് വരികയാണെങ്കിൽ അത് തെഫ്റ്റ് ആയിട്ട് മാറും. ബിക്കോസ് took it dishonestly to avoid payment. ഞാൻ അവിടെ പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ട് വന്നത്. സോ അതെന്താണ്? അത് മോഷണമായിട്ട് മാറും. നെക്സ്റ്റ് ഇലുസ്ട്രേഷൻ ആണ് എ ടേക്സ് പോൺഡ് വാച്ച് ഫ്രം സി വിത്തൗട്ട് പേ. പോൺ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഈ പറഞ്ഞ നമ്മള് ഇതിന് വെക്കൂലോ, പൈസ കിട്ടാൻ വേണ്ടിയിട്ട് സാധനം നമ്മള് ഇതിലൊക്കെ വെക്കൂലോ, ഈ ബാങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് പോൺ വെക്കൂലോ, അങ്ങനെ വെച്ചൊരു വാച്ച് ആണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുന്നത് എന്താണ്? നമ്മൾ പൈസ കൊടുക്കാണ്ട് തിരിച്ചെടുക്കുന്നത് തെഫ്റ്റ് ആണ്. സെക്യൂരിറ്റി ആയിട്ട് വെച്ചൊരു സാധനം നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ പൈസ കൊടുക്കാണ്ട് സാധനം തിരിച്ചെടുക്കുന്നത് എന്താണ്? അതും മോഷണമായിട്ട് വരും. ഈവൻ നമ്മളുടെ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ കൂടി നമ്മളത് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചതല്ലേ, അപ്പൊ അത് എടുക്കുന്നത് എന്തായിട്ട് വരും? മോഷണമായിട്ട് മാറും. സോ ഇന്റൻഷൻ വാസ് ഡിസോണസ്റ്റ് ആണ്, സോ അത് തെഫ്റ്റിന്റെ അണ്ടറിൽ വരും. നെക്സ്റ്റ് ആണ് എ ടേക്സ് സീസ് ഐറ്റം ടു ആസ്ക് റിവാർഡ് ഫോർ റിട്ടേൺ. അതായത് എ എന്ത് ചെയ്യുന്നു? സീന്റെ ഒരു സാധനം എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്? കുറച്ചു കഴിഞ്ഞിട്ട് സീനോട് പൈസ ചോദിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാനായിട്ട്. അതായത് സീ പറയാണ്, ഓക്കെ പൈസ തന്നാല് ഞാനത് തിരിച്ചു തരാം എന്ന് പറഞ്ഞ്, അങ്ങനെ അയാളുടെ സ്വന്തം സാധനം, ഇപ്പൊ എന്റെ ഒരു സ്വന്തം സാധനം മറ്റൊരാൾ എടുത്തിട്ട് പോയിട്ട് പറയാണ്, ഓക്കെ നീ ഇന്ന പൈസ തന്നാലും ഞാൻ ഈ സാധനം തിരിച്ചു തരാന്ന് പറയാണ്. സോ അത് അവിടെ എന്താ തെറ്റല്ലേ? യെസ്, ഇന്റൻഷൻ വാസ് ഡിസോണസ്റ്റ് ആയതുകൊണ്ട് അത് തെഫ്റ്റ് ആണ്, തെറ്റാണ്.
Then A takes a book from friend's library to read. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ലൈബ്രറി പോയിട്ട് ഒരു ബുക്ക് എടുക്കാണ് വായിക്കാൻ വേണ്ടിയിട്ട്. അത് തെഫ്റ്റ് ആണോ? അല്ല. കാരണം തോ ഹി ഹാഡ് ഇംപ്ലൈഡ് കൺസെന്റ്. ഇവിടെ എന്താ, നമുക്ക് ഇവിടെയാണ് ഇംപ്ലൈഡ് കൺസെന്റിന്റെ എക്സാമ്പിൾ വരുന്നത്. അതായത് ഇവിടെ കാരണം നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു സാധനം നമ്മൾ വായിക്കാൻ വേണ്ടിയൊക്കെ എടുക്കുന്നതിന് അവിടെ ഒരു ഇംപ്ലൈഡ് കൺസെന്റ് ഉണ്ട്. ഈവൻ ആ ഒരു ഫ്രണ്ട് നമ്മളോട് സ്പോക്കൺ, അതായത് ബൈ വേർഡ്സ് പറഞ്ഞിട്ടില്ല എന്നെങ്കിൽ കൂടി നമുക്കറിയാം നമുക്കത് എടുത്ത് വായിക്കാനുള്ള ആ ഒരു അധികാരം ഉണ്ട് എന്നുള്ളത്. അതാണ് ഇംപ്ലൈഡ് കൺസെന്റിൽ വരുന്നത്. ദെൻ A takes alms from Z's wife. ഇതെന്ന് വെച്ചാല് നമ്മള് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ കൊടുക്കില്ല, അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ട് കൊടുക്കില്ലേ, അങ്ങനെ A എന്ത് ചെയ്യാണ്, സീന്റെ വൈഫിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അങ്ങനെ വാങ്ങിക്കുകയാണ്. അതും തെഫ്റ്റ് അല്ല, ബിക്കോസ് ബിലീവ്ഡ് ഷീ ഹാഡ് റൈറ്റ് ടു ഗീവ്. അതായത് സീയുടെ വൈഫിന് അത് തരാനുള്ള അവകാശം ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ആണ് ആ പൈസ വാങ്ങിയതെന്നുണ്ടെങ്കിൽ അത് തെഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ സീന്റെ വൈഫ് എന്താ സമ്മതത്തോടു കൂടി തന്ന ഒരു സാധനം, കൺസെന്റോട് കൂടി തന്ന സാധനമായതുകൊണ്ട്. ദെൻ ലവർ ടേക്സ് ഹസ്ബൻഡ് സീസ് പ്രോപ്പർട്ടി ഫ്രം വൈഫ്. അതായത് ഞാന് ഒരു ലവറാണ് ആൻഡ് എങ്ങനെയാണ് ഒരു അവിഹിതം സെറ്റപ്പ് ആണ് ഇവിടെ പറയുന്നത്. ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടി വൈഫ് എന്ത് ചെയ്യുന്നു, വൈഫിന്റെ ലവറിന് കൊടുക്കുകയാണ്. അവിടെ തെഫ്റ്റ് ആണ്, ബിക്കോസ് ന്യൂ വൈഫ് ഹാഡ് നോ റൈറ്റ് ടു ഗീവ്. അല്ലെ, വൈഫിന് അത് ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടിയാന്ന് അറിയാം, അത് കൊടുക്കാൻ പാടില്ല എന്നറിയാം, എന്നിട്ടും അതെടുത്ത് ഈ ലവറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെഫ്റ്റ് ആണ്. ദെൻ A takes item thinking it's his. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സാധനം എന്റെ ആണെന്നുള്ള വിശ്വാസത്തോടു കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മോഷണമല്ല. സോ ദാറ്റ് ഈസ് നോട്ട് എ തെഫ്റ്റ്, നോ ഡിസോണസ്റ്റ് ഇന്റന്റ്. അവിടെ എന്റെ ഇന്റൻഷൻ ഒന്നും മോശമായിട്ടുള്ളതല്ല, കാരണം ഞാൻ എന്റെ സ്വന്തം സാധനമാണെന്നും പറഞ്ഞ് എടുത്തതാണ്. അത്രയാണ് എക്സാമ്പിൾ വരിക. ഇനി നമുക്ക് നോക്കാം ഇങ്ങനെ തെഫ്റ്റ് ചെയ്താല് കിട്ടുന്ന പണിഷ്മെന്റ് എന്താന്നുള്ളത് നോക്കാം. അത് സെക്ഷൻ 2 പണിഷ്മെന്റ് പറയുന്നത്. ബേസിക് പണിഷ്മെന്റ്, അതായത് ഫസ്റ്റ് ടൈം തെഫ്റ്റ്, ആദ്യമായിട്ടൊരു മോഷണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താന്നുള്ളത്. ജയിൽ അപ് ടു 3 years ഓർ ഫൈൻ ഓർ ബോത്ത്. 3 വർഷം വരെ തടവും അല്ലെങ്കിൽ ഫൈനും അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണത്. ഇനി ഇഫ് പേഴ്സൺ റിപ്പീറ്റ് തെഫ്റ്റ്, അതായത് ഒന്നിൽ കൂടുതൽ വട്ടം അയാൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? മിനിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത് 1 year ഇൻ ജയിലാണ്. അതും റിഗറസ് ഇംപ്രിസൺമെന്റ് ആയിരിക്കും. മാക്സിമം എത്രയാണ്? 5 years പ്ലസ് ഫൈനും അയാൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി കുറച്ച് സ്പെഷ്യൽ റൂൾ ഉണ്ട്. അതായത് ഫോർ ഫസ്റ്റ് ടൈം മൈനർ തെഫ്റ്റ്, അതായത് ആദ്യമായിട്ട് അയാൾ മോഷ്ടിക്കുകയാണ്, അതും ചെറിയൊരു മോഷണമാണ്, അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള മോഷണം അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? ഇഫ് ദ വാല്യൂ ഓഫ് സ്റ്റോളൻ ഐറ്റം ഇസ് ലെസ് ദാൻ 5,000, അതായത് 5,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു സാധനമാണ് ഇയാൾ മോഷ്ടിച്ചിട്ടുള്ളത്, ആൻഡ് ഇയാൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മോഷണം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, ആൻഡ് ഹി റിട്ടേൺസ് ദ പ്രോപ്പർട്ടി ഓർ ഇറ്റ്സ് വാല്യൂ, ആൻഡ് ഇയാൾ എന്ത് ചെയ്തു, ഒന്നെങ്കിൽ ആ മോഷ്ടിച്ച വസ്തുവോ, അല്ലെങ്കിൽ ആ ഇപ്പൊ ഒരു 3,000 രൂപയുടെ ഒരു സാധനമാണ് ഞാൻ മോഷ്ടിച്ചത് എന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഞാൻ ആ വസ്തു തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ആ 3,000 രൂപ ഞാൻ തിരിച്ചു കൊടുത്തു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എനിക്ക് കിട്ടുന്ന പണിഷ്മെന്റ്? ദെൻ ഇൻസ്റ്റെഡ് ഓഫ് ജയിൽ ഓർ ഫൈൻ ദ പേഴ്സൺ വിൽ ബി ഗിവൻ കമ്മ്യൂണിറ്റി സർവീസ് ആസ് പണിഷ്മെന്റ്. ചെറിയൊരു ഒഫൻസ് ആയിട്ട് കണക്കാക്കിയിട്ട് അയാൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് ആയിരിക്കും പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 3 കണ്ടീഷൻസ് അവിടെ വേണം. എന്തൊക്കെയാണ്? 5,000 രൂപയ്ക്ക് താഴെയുള്ള വസ്തു ആയിരിക്കണം മോഷ്ടിച്ചിട്ടുണ്ടാവുക, അതുപോലെ തന്നെ ആദ്യമായിട്ടായിരിക്കണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നത്, ആൻഡ് ആ സാധനം തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ വാല്യൂ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് കമ്മ്യൂണിറ്റി സർവീസ് ആയിട്ട് നമ്മൾ ചുരുക്കി കൊടുക്കും. ഇനി പറഞ്ഞ കാര്യങ്ങളൊന്ന് വൈൻഡപ്പ് ചെയ്ത് സമ്മറി ആയിട്ട് പറയാണ്. തെഫ്റ്റ് മീൻസ് ഡിസോണസ്റ്റ്ലി ടേക്കിംഗ് someone's മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസെന്റ്. മൂവ്മെന്റ് ഓഫ് ഒബ്ജക്ട് ഈസ് എ നെസസറി എലമെന്റ് ആണ്. കൺസെന്റ് ക്യാൻ ബി ഇംപ്ലൈഡ് അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് കൺസെന്റ് ആകാം. Then dishonest belief or mistake of ownership may protect a person from theft charge. അതായത് എന്റെ സാധനമാണെന്ന് വിശ്വാസത്തോടെ എടുക്കുന്നത് നമുക്ക് അവിടെ എന്താണ്, നമുക്ക് അവിടെ ഒരു ഇതായിട്ട് എടുക്കാം. നമ്മള് പ്രൂവ് ചെയ്യാം ദാറ്റ് ഓക്കെ ഞാൻ മോഷ്ടിച്ചതല്ല, ഞാൻ എന്റെ സ്വന്തം സാധനം എന്നുള്ള വിചാരത്തിൽ എടുത്തതാന്ന് പറഞ്ഞിട്ട് നമുക്ക് സെൽഫ് ഡിഫെൻസ് അവിടെ എടുക്കാൻ പറ്റും. ദെൻ പണിഷ്മെന്റ് വേരിഡ് ബേസ്ഡ് ഓൺ. ഇനി പണിഷ്മെന്റ് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും? ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം ആണെങ്കിൽ കുറവായിരിക്കും, റിപ്പീറ്റഡ് ഒഫൻസ് ആണെങ്കിൽ പണിഷ്മെന്റ് കൂടുതലായിരിക്കും. ഇനി വാല്യൂ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി 5,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് കുറവായിരിക്കും,
അല്ല കുറച്ച് അത്യാവശ്യം വിലപിടിപ്പുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പണിഷ്മെന്റ് നമുക്ക് കിട്ടും. Then whether the property is returned, പ്രോപ്പർട്ടി തിരിച്ചു കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം വെച്ചിട്ടും നമുക്ക് പണിഷ്മെന്റ് വേരി ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് പണിഷ്മെന്റ് അതിന് കിട്ടുന്നത് വേരി ചെയ്യിപ്പിക്കാൻ പറ്റും. അത്രയാണ് തെഫ്റ്റ്. Now we gonna discuss section 304. 304 of BNS പറയുന്നത് ഏത് സെക്ഷൻ ഏത് ആക്ട് ആണ്? സ്നാച്ചിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വാട്ട് ഈസ് സ്നാച്ചിങ്? സ്നാച്ചിങ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പിടിച്ചു പറിക്കാണ് സ്നാച്ചിങ് എന്ന് പറയുന്നത്. സോ അതിനാണ് ഇവിടെയും പറയുന്നത്. സ്നാച്ചിങ് is a type of theft that happens when someone suddenly, quickly or forcibly grabs, seizes or takes away movable property like a phone, purse, bag, gold chain, etc. from a person or from their possession, and thus this with the intent to steal ആണ് ട്ടോ. ഇവിടെ എല്ലും കൂടെ ഉണ്ട്. സ്റ്റീൽ ആണ്. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? പെട്ടെന്ന് വന്ന് പിടിച്ച് എടുക്കുന്നതിനാണ് പിടിച്ചുപറി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മള് അറിയുന്നുണ്ടാവൂല. ഇപ്പൊ നമ്മുടെ മൂവീസിൽ അല്ലെങ്കിൽ ചില സമയത്ത് CCTV ഇതൊക്കെ കാണാറുണ്ട്. എന്താ ന്യൂസിലൊക്കെ എന്താ ഒരു ചേച്ചീന്റെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കണു, ഏതെങ്കിലും വഴി ചോദിക്കണു, രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട്, എന്നിട്ട് ചേച്ചി വഴി പറയുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ട് മാല പൊട്ടിച്ചോണ്ട് പോകുന്നു. അങ്ങനെയുള്ള പെട്ടെന്ന് ക്വിക്ലി സംഭവിക്കുന്ന, പെട്ടെന്ന് സഡൻ ആയിട്ട് ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന മോഷണം അല്ലെങ്കിൽ എടുത്തിട്ട് പോകുന്നതിനാണ് നമ്മൾ സ്നാച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ വേണം സ്നാച്ചിങ് ആകണം എന്നുണ്ടെങ്കിൽ? സഡൻലി, ക്വിക്ലി അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കണം. ആൻഡ് ഈ പറഞ്ഞ സാധനം ഗ്രാബ് ചെയ്യും, സീസ് ചെയ്യും അല്ലെങ്കിൽ എടുത്തിട്ട് പോവുകയായിരിക്കും. ആൻഡ് ആ എടുത്തിട്ട് പോകുന്നത് എന്തായിരിക്കണം? ഏതെങ്കിലും ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. ആൻഡ് ആരുടെ കയ്യിൽ നിന്നായിരിക്കും എടുത്തിട്ട് പോകുന്നുണ്ടാവുക? ഓണർ, അതായത് പൊസഷൻ ഉള്ള ആളുടെ കയ്യിൽ നിന്നായിരിക്കണം എടുത്തിട്ട് പോയിട്ടുണ്ടാവുക. ആൻഡ് ഡസ് ദിസ് വിത്ത് ദ ഇന്റൻഷൻ, അതായത് ഇന്റൻഷൻ എന്താണ്? മോഷ്ടിക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയായിരിക്കും ഈ പറഞ്ഞ സാധനം ചെയ്തിട്ടുണ്ടാവുക. സോ തെഫ്റ്റ് തന്നെ, തെഫ്റ്റിന്റെ ഒരു ടൈപ്പാണ്. തെഫ്റ്റ് തന്നെ പെട്ടെന്ന് ഫോഴ്സ് ഉപയോഗിച്ച് സഡൻലി പിടിച്ചു വലിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ സ്നാച്ചിങ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള കീ ഫീച്ചേഴ്സ് അപ്പൊ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് തെഫ്റ്റ്. തെഫ്റ്റിന്റെ ഒരു ടൈപ്പ് തന്നെയാണ്. ഇവിടെ എന്താണ്? ഫോഴ്സ് അല്ലെങ്കിൽ സ്പീഡും കൂടി ഉപയോഗിക്കുന്നുണ്ട്. തെഫ്റ്റ് മോഷ്ടിക്കുന്ന സമയത്ത് നമ്മൾ ഫോഴ്സോ സ്പീഡോ ഉപയോഗിക്കില്ല. ചിലപ്പോൾ മെല്ലെ ഒരു നാക്കിന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയായിരിക്കും ചെയ്യുക. പക്ഷെ പിടിച്ചു പറിക്കാൻ നേരം നമുക്ക് ഇങ്ങനെ മെല്ലെ സ്ലോ മോഷനിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്ന് സ്പീഡിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. Then the property must be taken directly from the person or from their immediate possession. അതായത് ഡയറക്ട്ലി ആയിരിക്കണം. അല്ലെ, നമ്മൾ പിടിച്ചുപറി മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഡയറക്ട്ലി ആണ് ആള് വന്നിട്ട് തട്ടിക്കൊണ്ടു പോകുക, അല്ലെ തട്ടിക്കൊണ്ടു പോകല്ല, പിടിച്ചു പറിച്ച് എടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ പോക്കറ്റ് അടിക്കാൻ നേരൊക്കെ എന്താ ഡയറക്ട്ലി വന്നിട്ടാണ് എടുത്തിട്ട് പോയിട്ടുണ്ടാവുക. Then it usually happens in public places and it's sudden, leaving no time for the victim to resist. അതായത് പെട്ടെന്ന് ഒരു പബ്ലിക് പ്ലേസിൽ പെട്ടെന്നായിരിക്കും ഉണ്ടാകുക. സോ വിക്ടിം ഒരിക്കലും അവിടെ എന്തായിരിക്കില്ല, പ്രിപ്പയർഡ് ആയിരിക്കില്ല. ഓക്കെ, എന്നെ ഇപ്പം ആള് വന്നിട്ട് എന്റെ സാധനം ഇപ്പൊ എടുത്തിട്ട് പോകുന്നുള്ളത് തീരെ പ്രിപ്പയർഡ് ആയിരിക്കില്ല. അങ്ങനെ ഇയാൾക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യമോ സമയമൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. ഇനി അങ്ങനെ ചെയ്യുന്നതിനുള്ള പണിഷ്മെന്റ് എന്തായിരിക്കും? If someone is found guilty of snatching, they can be punished with. അങ്ങനെ പിടിച്ചു പറിക്കുന്ന ആൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താ? Imprisonment. Can be simple or rigorous imprisonment ആകാം. ഒന്നെങ്കിൽ സിമ്പിൾ ആകാം അല്ലെങ്കിൽ റിഗറസ് ഇംപ്രിസൺമെന്റ് ആകാം. For up to 3 years, 3 വർഷം വരെയുള്ള ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ ഫൈനും അയാൾ അടയ്ക്കേണ്ടതായിട്ട് വരും. കുറച്ച് എക്സാമ്പിൾസ് ആണ് എന്താണ് സ്നാച്ചിങ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ പറയുന്നത്? A person rides a bike, quickly grabs a woman's gold chain while she is walking and drives away. This is snatching. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു സാധനമാണ്. ബൈക്കിൽ വരുന്നു, പെണ്ണുങ്ങളുടെ എന്താ മാല വലിച്ചു പറിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അതെന്താണ്? സ്നാച്ചിങ് ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ, someone forcefully pulls a mobile phone from a man's hand on the street. അതായത് ഞാനിപ്പം ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്താണ് എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചിട്ട് ഓടുകയാണ്. അതും എന്താണ്? സ്നാച്ചിങ് ആണ്. മറ്റൊരു എക്സാമ്പിൾ ആണ്, ഇഫ് someone steals a bag lying on a bench with no one around, this is theft, not snatching, because it wasn't taken directly from a person. ഇനി എന്താ മൂന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത്? ഒരു ബെഞ്ചില് ഒരു ബാഗ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ കള്ളൻ വന്നിട്ട്
ആരും അറിയാണ്ട് ഒന്ന് മെല്ലെ വന്നിട്ട് എടുത്തിട്ട് പോകുന്നു. അതെന്തല്ല, അത് സ്നാച്ചിങ് അല്ല, പകരം തെഫ്റ്റ് ആണ്. ബിക്കോസ് ഇവിടെ ഫോഴ്സോ അല്ലെങ്കിൽ സ്പീഡോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു പേഴ്സന്റെ കയ്യിൽ നിന്ന് ഡയറക്ട്ലി പിടിച്ചു പറിക്കുകയും അല്ല. സോ അതുകൊണ്ട് എന്തല്ല, സ്നാച്ചിങ് അല്ല, പകരം തെഫ്റ്റ് ആണ് സംഭവം. ഇനി സ്നാച്ചിങ് ഈസ് എ സീരിയസ് ആൻഡ് അഗ്രസീവ് ഫോം ഓഫ് തെഫ്റ്റ്. തെഫ്റ്റിന്റെ തന്നെ ഒരു സീരിയസ് ആൻഡ് അഗ്രസീവ് ഫോം ആണ് സ്നാച്ചിങ് എന്ന് പറയുന്നത്. It happens when property is taken quickly or forcibly from a person, and it is punishable by law with up to 3 years in jail. 3 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. ആൻഡ് എ ഫൈൻ അടിക്കേണ്ടതായിട്ട് വരും. It is treated more seriously than regular theft because it often causes fear, shock or physical harm to the victim. അതായത് തെഫ്റ്റിനെക്കാട്ടിയും കുറച്ചും കൂടി സീരിയസ്നെസ് എന്തുകൊണ്ടാണ് സ്നാച്ചിങ്ങിന് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, കാരണം ആൾക്കാർ ആ വിക്ടിമിന്റെ ഉള്ളില് ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഷോക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ഹാം വിക്ടിമിന് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മള് തെഫ്റ്റിനെക്കാട്ടിയും കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അത്രയാണ് സ്നാച്ചിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സെക്ഷൻ 308. 308 എന്താ പറയുന്നത്? എക്സ്റ്റോർഷൻ ആണ് സെക്ഷൻ 308 പറയുന്നത്. വാട്ട് ഈസ് എക്സ്റ്റോർഷൻ? എന്താണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്? Extortion happens when a person intentionally creates fear of harm or injury to the person or someone else, and because of that fear, the victim is forced to give property, money, valuable documents like a promissory note, bond, or sign the paper. The person doing this has a dishonest intention to gain something. ഒന്നുമില്ല, ഞാൻ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇന്റൻഷനലി മറ്റൊരു പേഴ്സണെ പേടിപ്പിക്കുന്നു, അയാളുടെ ഉള്ളില് ഫിയർ ഓഫ് ഹാം അല്ലെങ്കിൽ ഇഞ്ചുറി വരുത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാന് അയാളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യുബിൾ ഡോക്യുമെന്റ് അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിയെടുക്കുന്നതിനെയാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഇനി അത് ചെയ്യുന്നത്? ഡിസോണസ്റ്റ് ഇന്റൻഷനോട് കൂടി ആയിരിക്കണം ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അവിടെ എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഞാൻ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. A threatens to defame Z unless Z pays money. അതായത് എ സീനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താണ്. ഓക്കെ, നീ എനിക്ക് പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ പറ്റിയിട്ട് അപവാദങ്ങൾ ഞാൻ പറഞ്ഞു പരുത്തും എന്നും പറഞ്ഞിട്ട് സീനെ പേടിപ്പിക്കുകയാണ്. നിന്നെ ഞാൻ ഡീഫെയിം ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു എക്സ്റ്റോർഷൻ ആണ്. കാരണം ഇവിടെ ഫിയർ വരുത്തുന്നുണ്ട്. ഇഞ്ചുറി എന്ന് വെച്ചാൽ ബോഡിലി ഇഞ്ചുറി മാത്രമല്ല, അയാളുടെ റെപ്യൂട്ടേഷന് വരുന്ന ഇഞ്ചുറിയും ഒരു ഇഞ്ചുറി തന്നെയാണ്. സോ ഇഞ്ചുറി വരുത്തുമെന്നുള്ള പേടി കാരണം അയാൾ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റോർഷൻ ആയിട്ട് മാറും. അടുത്തൊരു ഇലുസ്ട്രേഷൻ ആണ്. എ ത്രെറ്റൻസ് ടു ഡീറ്റെയിൻ സീസ് ചൈൽഡ് അൺലെസ് സീ സൈൻസ് എ പ്രോമിസറി നോട്ട്. എ എന്ത് ചെയ്യുകയാണ്? സീന്റെ കുട്ടീനെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ പ്രോമിസറി നോട്ട് ഏതെങ്കിലും ഒരു ആധാരം പോലെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് അതിൽ ഒപ്പിട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടീനെ വിട്ടു തരില്ല എന്ന് പറയുന്നു. സോ കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ പൈസ കൊടുക്കുക ഇവിടെ ഒപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് എക്സ്റ്റോർഷൻ ആണ്. അടുത്തതാണ് എ ത്രെറ്റൻസ് ടു ഡിസ്ട്രോയ് സീസ് ഫീൽഡ് അൺലെസ് സീ സൈൻസ് എ ബോണ്ട്. എ ഇവിടെ പറയുകയാണ്, ഞാൻ നിന്റെ ഭൂമി, നിന്റെ ലാൻഡ് അല്ലെങ്കിൽ നിന്റെ ഫീൽഡ് ഞാൻ നശിപ്പിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബോണ്ട് സൈൻ ചെയ്ത് തരണം എന്ന് പറയാണ്. അപ്പൊ ആ ഒരു പേടി കൊണ്ട് അയാളത് സൈൻ ചെയ്ത് കൊടുത്താൽ അത് എക്സ്റ്റോർഷൻ ആയിട്ട് മാറും. Then A threatens Z with a serious harm to make him sign a blank paper. അതായത് ഈ ബ്ലാങ്ക് പേപ്പറിൽ ഇപ്പൊ എനിക്ക് ഒപ്പിട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാനൊന്ന് ശരിയാക്കി തരില്ലെങ്കിൽ നിനക്ക് നല്ല ഇടിവെച്ച് നിന്നെ കയ്യും കാലും ഒക്കെ ഇതാക്കും എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു എക്സ്റ്റോർഷൻ ആണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒപ്പിടിപ്പിക്കുകയാണെങ്കിൽ അതും എക്സ്റ്റോർഷൻ ആണ്. അടുത്തതാണ് എ സെൻസ് മെസ്സേജ്. എ സിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. എന്താണ് മെസ്സേജ്? പേ 1 lakh rupees or I'll kill your child. എനിക്ക് 1 ലക്ഷം രൂപ തന്നോ ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കുട്ടീനെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എക്സ്റ്റോർഷൻ ആണ്. അപ്പൊ ഇനി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കുള്ള പണിഷ്മെന്റ് എന്താന്ന് നോക്കാം. ബേസിക് പണിഷ്മെന്റ് ഫോർ എക്സ്റ്റോർഷൻ, അതായത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഇതല്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? ജയിൽ അപ് ടു 7 years ഓർ ഫൈൻ ഓർ ബോത്ത്. 7 വർഷം വരെ തടവും അതുപോലെ തന്നെ പിഴയും അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്.
സെക്ഷൻ 3 പറയുന്നത് അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് ഫിയർ ഫോർ എക്സ്റ്റോർഷൻ, അതായത് ജനറൽ ത്രെട്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇഫ് സമൺ ട്രൈസ് ടു സ്കെയർ എ പേഴ്സൺ ടു എക്സ്റ്റോർട്ട് ഈവൻ ഇഫ് ദേ ഡോണ്ട് സക്സീഡ്. അതായത് ഇവിടെ ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ, സംഭവം ഇയാൾ സക്സീഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ അയാൾക്ക് എന്താണോ വേണ്ടിയിരുന്നത് ആ സാധനം കിട്ടിയില്ല. ഇപ്പൊ പൈസയ്ക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു ഭീഷണിപ്പെടുത്താൻ, പക്ഷെ അത് സക്സീഡ് ആയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും അയാൾക്ക് എന്ത് കിട്ടും? പണിഷ്മെന്റ് കിട്ടും. ഈവൻ അറ്റംപ്റ്റ് ചെയ്താൽ എന്താണ് പണിഷ്മെന്റ്? അപ് ടു 2 years ഓർ ഫൈൻ ഓർ ബോത്ത്. 2 വർഷം വരെ തടവും അല്ലെങ്കിൽ ഫൈനും അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. സെക്ഷൻ 4 എന്താണ്? ത്രെറ്റ് ഓഫ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹേർട്ട് ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ. അതായത് ഇഫ് സമ്മൺ ത്രെറ്റൻസ് ടു കിൽ ഓർ സീരിയസ്ലി ഇൻജോർ ടു എക്സ്റ്റോർട്ട്, ഞാൻ നിന്നെ കൊല്ലും അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലും എന്നുള്ള ഭീഷണി, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി വരുത്തിക്കും എന്നുള്ള ഭീഷണിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടണ ശിക്ഷ? ജയിൽ അപ് ടു 7 years ആൻഡ് ഫൈൻ. 7 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്, ഒഫൻസ് ആണ്. ദെൻ ആക്ച്വലി കമ്മിറ്റ്സ് എക്സ്റ്റോർഷൻ യൂസിങ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹേർട്ട്. ഇനി ഇയാൾ എന്ത് ചെയ്യുകയാണ്? എക്സ്റ്റോർഷൻ നടത്തി, ഒന്നെങ്കിൽ ഡെത്തോ അതായത് ആരെങ്കിലും കൊന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഗ്രീവിയസ്ലി ഹേർട്ട് സംഭവിപ്പിച്ചിട്ട് ഇയാൾ പൈസ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് പേഴ്സൺ ആക്ച്വലി സക്സീസ് ഇൻ എക്സ്റ്റോർട്ടിംഗ് ബൈ യൂസിങ് ത്രെറ്റ് ഓഫ് ഡെത്ത് ഓർ സീരിയസ് ഹാം ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താ? ജയിൽ അപ് ടു 10 years, 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണത്. നെക്സ്റ്റ് ആണ് ക്ലോസ് 6 പറയുന്നത് ത്രെറ്റ് ഓഫ് ഫോൾസ് അക്യൂസിഷൻ ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ. ഇതെന്താ സംഭവിച്ചാല്, ഞാന് ഇപ്പൊ മറ്റൊരു പേഴ്സണെ ഭീഷണിപ്പെടുത്താണ്. ഓക്കെ, നീ എനിക്ക് പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ മേലെ ഇങ്ങനൊരു കുറ്റമുണ്ട്, അതായത് നീ ഇങ്ങനൊരു കുറ്റവാളിയാണ് എന്നും പറഞ്ഞ് ഞാൻ എല്ലാവരുടെ മുന്നിൽ നിന്നെ നാണം കെടുത്തും അല്ലെങ്കിൽ നിന്റെ പേര് ഞാൻ നശിപ്പിക്കും എന്നും പറഞ്ഞ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതാണ് ഈ ഒരു സെക്ഷൻ പറയുന്നത്. ഇഫ് സമ്മൺ ത്രെറ്റൻസ് ടു ഫോൾസ്ലി അക്യൂസ് അനദർ, അതായത് തെറ്റായ ഒരു കുറ്റാരോപണം ചെയ്യുന്നു, അതും എങ്ങനെയുള്ള കുറ്റമായിരിക്കണം അയാളുടെ മേലിൽ ചാർത്തുന്നത്? എ ക്രൈം പണിഷബിൾ ബൈ ഡെത്ത്, ലൈഫ് ഇംപ്രിസൺമെന്റ് ഓർ 10+ years ഇൻ ജയിൽ. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഡെത്ത് പെനാൽറ്റി കിട്ടാവുന്ന ഒരു ഒഫൻസ് ഏതാണ്? ഇപ്പൊ 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ റേപ്പ് ചെയ്താൽ നമുക്കറിയാം ഡെത്ത് പെനാൽറ്റി കിട്ടുന്ന ഒരു ഒഫൻസ് ആണ്. അപ്പൊ ഞാന് ഒരാളെ പറ്റിയിട്ട് പറഞ്ഞുണ്ടാക്കുകയാണ്, നീ എനിക്ക് പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പറ്റിയിട്ട് ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് പറയും എന്ന് പറഞ്ഞ ഫോൾസ്ലി അയാൾ അക്യൂസ് ചെയ്യും, അല്ലെങ്കിൽ പോലീസിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ നിന്റെ മേലിൽ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിന്റെ മേല് ഫോൾസ്ലി അക്യൂസ് ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ്, ഞാനിപ്പോ മറ്റൊരാളെ അങ്ങനെ കുറ്റം പറഞ്ഞാല് എനിക്ക് കിട്ടുന്നത് എന്താ? അപ് ടു 10 years ആൻഡ് ഫൈൻ. അങ്ങനെ പറഞ്ഞതിന് എനിക്ക് കിട്ടുന്ന, അങ്ങനെ പറഞ്ഞ അയാളെ പേടിപ്പിച്ചാൽ എനിക്ക് കിട്ടുന്ന ശിക്ഷയാണ് അപ് ടു 10 years ആൻഡ് ഫൈൻ. ഇനി സക്സസ്ഫുള്ളി കമ്മിറ്റ്സ് എക്സ്റ്റോർഷൻ യൂസിങ് ത്രെറ്റ് ഓഫ് അക്യൂസിഷൻ. ഇനി ഞാന് അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ കിട്ടിയെന്ന് വിചാരിച്ചോ, സക്സസ്ഫുള്ളി ഞാനത് ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്തു, എനിക്ക് പൈസ കിട്ടിയെന്നുണ്ടെങ്കിൽ, if someone actually gets money or property by threatening to accuse another person of a serious crime ആണെങ്കിൽ എനിക്ക് അവിടെയും സെയിം പണിഷ്മെന്റ് ആണ്, അപ് ടു 10 years ആൻഡ് ഫൈൻ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എന്താ? ഞാന് മറ്റൊരു പേഴ്സണെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, ദാറ്റ് നീ എനിക്ക് പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഈ ഒരു കേസിന് നിന്നെ കൊടുക്കും എന്ന് പറയാണ്. ഓക്കെ, അതാണ് സംഭവം. നീ ഡെത്ത് പെനാൽറ്റിയോ അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഏതെങ്കിലും ഒരു ഒഫൻസിൽ ഞാൻ നിന്നെ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നീ എനിക്ക് പൈസയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്താ വെച്ചാൽ തന്നോ എന്ന് പറയുന്നതിനാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാൽ എനിക്ക് കിട്ടുന്ന പണിഷ്മെന്റ്സ് ആണ് ഈ പറഞ്ഞ 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും. ഇനി നമുക്ക് അതിന്റെ ഓരോ എലമെന്റും അതിന്റെ എക്സ്പ്ലനേഷനും നോക്കാം. ഫിയർ എന്ന് വെച്ചാൽ എന്താ? എങ്ങനെയുള്ളതാണ്? മസ്റ്റ് ബി ഫിയർ ഓഫ് ഇഞ്ചുറി, ഡെത്ത്, ഹാം അല്ലെങ്കിൽ അക്യൂസിഷൻ. ഒന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കും, അല്ലെങ്കിൽ എന്നെ കൊല്ലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാം ഉണ്ടാകും, അല്ലെങ്കിൽ എന്റെ പേരിൽ എന്തെങ്കിലും കുറ്റം ചുമത്തും എന്നുള്ള പേടി എനിക്ക് ഉണ്ടാകണം. ദെൻ ഡിസോണസ്റ്റി എന്ന് വെച്ചാൽ ദ പേഴ്സൺ ഡൂയിങ് ഇറ്റ് മസ്റ്റ്, എന്താണ് അയാളുടെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ റോങ്ഫുള്ളി ഗെയിൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ചെയ്യുന്നത്.
Then property or document. Victim gives something valuable out of fear. ഇവിടെ ആ victim എന്ത് ചെയ്തു? അയാൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള പൈസയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടിയോ ഈ പേടിയുടെ പുറത്ത് കൊടുത്തിട്ടുണ്ടാവണം. Then threats used. എന്താണ് ഇവിടെ? ത്രെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാകാം. മസ്റ്റ് ബി വെർബൽ ആകാം, റിട്ടൺ ആകാം, ഇലക്ട്രോണിക് ഏതെങ്കിലും രീതിയിലുള്ള ത്രെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാകാം. Then types of harm. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഹാം ഇവിടെ യൂസ് ചെയ്യാം? ഫിസിക്കൽ ഇഞ്ചുറി, ഡെത്ത്, ഫോൾസ് ക്രിമിനൽ അക്യൂസിഷൻ ഓർ ഈവൻ ഡാമേജ് ടു റെപ്യൂട്ടേഷൻ. ഇതൊക്കെ ടൈപ്സ് ഓഫ് ഹാമിൽ വരുന്നതാണ്. ഇനി അപ്പം അതിന്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ എന്താണ്? Extortion is a serious crime involving forceful extraction of money or valuables by creating fear. Even a threat or attempt to create fear for this purpose is punishable. Even എന്താ ഒരു attempt ചെയ്യുന്നത് വരെ punishable ആണ്. The law increases the punishment if the threat involves. ഇനി ഈ ഒരു ത്രെറ്റ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ത്രെറ്റാണ്, വിച്ച് മീൻസ് നിന്നെ കൊന്നുകളയും അല്ലെങ്കിൽ ഗ്രീവിയസ് ഇഞ്ചുറി സംഭവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റും കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളതായിരിക്കും. ഇനി ഫോൾസ് അക്യൂസിഷനും ഒരു സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ്. അത്രയാണ് എക്സ്റ്റോർഷൻ. ഇനി നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 309, റോബറി. വാട്ട് ഈസ് റോബറി? എന്താണ് റോബറി എന്ന് പറഞ്ഞാല്? Robbery is not a separate crime on its own. It is a special and more serious form of either theft or extortion where violence, threat or fear is used. Okay, റോബറി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഈ തെഫ്റ്റിന്റെയും എക്സ്റ്റോർഷന്റെയും കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഫോമിനെയാണ് നമ്മൾ റോബറി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ പറഞ്ഞ തെഫ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ നമ്മൾ വയലൻസ്, ഫിയറും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റോബറി എന്ന് പറയുന്നത്. നമ്മൾ വിശദമായിട്ട് ഇനി പറയും. അപ്പം ഇതിനകത്തുള്ള ഫസ്റ്റ് കുറച്ച് കണ്ടീഷൻ, ഫസ്റ്റ് സെക്ഷനിൽ എന്താ പറയുന്നത്? റോബറി ഓൾവേസ് ഇൻവോൾവ്സ് എയ്തർ തെഫ്റ്റ് ഓർ എക്സ്റ്റോർഷൻ. റോബറി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻവോൾവ്ഡ് ആയിരിക്കും? ഒന്നെങ്കിൽ തെഫ്റ്റ് എന്ന് വെച്ചാൽ മോഷണം, അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ. എക്സ്റ്റോർഷൻ എന്ന് വെച്ചാൽ എന്താ? ഭീഷണിപ്പെടുത്തിയിട്ട് സാധനം എടുക്കുന്നതിനാണ് നമ്മൾ എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് സാധനങ്ങള് ഇതിൽ ഏതെങ്കിലും ഒന്ന് റോബറിയിൽ ഉണ്ടാകും. അപ്പം ഇനി നമുക്ക് നോക്കുന്നത് എപ്പോഴാണ് ഒരു തെഫ്റ്റ് റോബറി ആയി മാറുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, വെൻ ഡസ് തെഫ്റ്റ് ബിക്കംസ് റോബറി? എപ്പോഴൊക്കെയാണ്? വെൻ തെഫ്റ്റ് ബിക്കംസ് റോബറി, ഇഫ് തെഫ്റ്റ് ബിക്കം റോബറി. എപ്പോഴാണ് തെഫ്റ്റ് റോബറി ആയി മാറുന്നത്? While committing theft or while carrying the stolen item, the offender voluntarily causes or tries to cause death, hurt or wrongful restraint, or threatens with instant death, instant hurt or instant wrongful restraint. അതായത് ഞാനിപ്പോ ആരും അറിയേണ്ട ഒരു സാധനം മോഷ്ടിച്ചോണ്ട് പോവുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഒരാൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ, നീ മോഷ്ടിക്കുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് മുന്നിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ആ ഒരു ഇതിൽ എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ പെട്ടെന്ന് അയാളെ ചിലപ്പോൾ കൊല്ലുകയോ അല്ലെങ്കിൽ അയാളെ ഹേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ അയാളെ റോങ്ഫുള്ളി തടഞ്ഞു വെക്കുകയോ ചെയ്തു. ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? ഞാൻ ആ മോഷണം റോബറി ആയി മാറി. ഓക്കെ, തെഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയ ഞാൻ എന്തായിട്ട് മാറി? റോബറിയിലേക്ക് പോയി. ആ ഒഫൻസ് റോബറി ആയി മാറും. അല്ലെങ്കിൽ ത്രെട്ടൻസ്, ഞാൻ അയാളെ ഭീഷണിപ്പെടുത്തണം, മര്യാദയ്ക്ക് മാറിക്കോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടാണ്ട് നിന്നു, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ത്രെട്ടൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഇപ്പൊ നിന്നെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞിട്ട് ത്രെട്ടൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് റോങ്ഫുൾ റിസ്ട്രെയിൻ, ഞാൻ നിന്നെ തടഞ്ഞു വെക്കുമെന്നും പറഞ്ഞിട്ട് ത്രെട്ടൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ത്രെട്ടൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? റോബറി ആയിട്ട് മാറും. സോ തെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി ഒരു സാധനം എടുത്ത് മോഷ്ടിച്ച് മാറ്റി വെക്കുന്നതിന് നമ്മൾ തെഫ്റ്റ് എന്ന് പറയും. അവിടെ നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചാൽ, തെഫ്റ്റിന്റെ സമയത്ത് ഫോഴ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിക്കും എന്ന് പറഞ്ഞ് ആരെങ്കിലും ത്രെട്ടൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തെഫ്റ്റ് എന്തായിട്ട് മാറും? റോബറി ആയിട്ട് മാറും. ഇവിടെ ഒരു കീ വേർഡ് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇൻസ്റ്റന്റ് ആണ്. ഇൻസ്റ്റന്റ് മീൻസ് ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഓർ ആക്ഷൻ ആയിരിക്കണം, പെട്ടെന്ന് ഉണ്ടാകുന്നതായിരിക്കണം. നേരത്തെ പ്ലാൻ ചെയ്ത് വന്നതൊന്നും ആയിരിക്കില്ല. പെട്ടെന്ന് അയാളെ കണ്ടു, മോഷ്ടിക്കുന്ന ഇടയ്ക്ക് കണ്ടു, അതെന്തായിട്ട് മാറി? അത് പെട്ടെന്ന് ഞാൻ ഫോഴ്സ് ഉപയോഗിച്ചു, റോബറി ആയിട്ട് മാറി. ഇനി വെൻ ഡസ് എക്സ്റ്റോർഷൻ ബിക്കംസ് റോബറി? ഫസ്റ്റ് എക്സ്റ്റോർഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാളുടെ എന്തെങ്കിലും സാധനം തട്ടിയെടുക്കുന്നതിനാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്റ്റോർഷൻ എപ്പോഴാ റോബറി ആയിട്ട് മാറുന്നത്?
ദി ഒഫൻഡർ ഈസ് ഫിസിക്കലി പ്രസന്റ് ഡ്യൂറിംഗ് ദി ആക്ട്. ഈ തട്ടിയെടുക്കുന്ന സമയത്ത് ഈ പറയണ തട്ടിയെടുക്കുന്ന ആളുണ്ടല്ലോ, അയാള് ഫേസ് ടു ഫേസ് നിൽക്കണം. അതായത് തൊട്ട് മുന്നിൽ നിന്നാണ് പറഞ്ഞ സാധനം തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? റോബറി ആയിട്ട് മാറും. ആൻഡ് പുട്സ് ദ വിക്ടിം ഇൻ ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഡെത്ത്, ഹേർട്ട്, റോങ്ഫുൾ റിസ്ട്രെയിൻ. വിച്ച് മീൻസ് ഞാൻ അയാളുടെ മുന്നിൽ നിന്നിട്ട് പറയണം എനിക്ക് മര്യാദയ്ക്ക് ഇത്രയും പൈസ തന്നു, അല്ലെങ്കിൽ നിന്റെ പ്രോപ്പർട്ടി എനിക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളുടെ മുന്നിൽ നിന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. നിന്നെ കൊല്ലുന്നോ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയാളെ ഭീഷണിപ്പെടുത്തി അയാളുടെ എന്തെങ്കിലും സാധനം, വാല്യുബിൾ ആയിട്ടുള്ള മൂവബിൾ പ്രോപ്പർട്ടി തട്ടിയെടുക്കുന്നതിനെയാണ് റോബറി എന്ന് പറയുന്നത്. എക്സ്റ്റോർഷൻ ഫോഴ്സ് ഉപയോഗിച്ച്. എങ്ങനെയാണ് ഫോഴ്സ്? എക്സ്റ്റോർഷനിലും നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇസ് ഇവിടെ നമ്മൾ ഡയറക്റ്റ് അയാളുടെ മുന്നിൽ ഉണ്ടാകും, മറ്റൊരു ചിലപ്പോ മുന്നിൽ ഉണ്ടാകില്ല, ഫോൺ വഴിയോ അല്ലെങ്കിൽ അല്ലാണ്ടൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ഇത് ഡയറക്റ്റ്ലി മുന്നിൽ നിന്നിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ആൻഡ് ബിക്കോസ് ഓഫ് ദ ഫിയർ ദ വിക്ടിം ഇമീഡിയറ്റ്ലി ഗിവ്സ് ദി ഐറ്റം. ആൻഡ് ആ പേടി കൊണ്ട് ആ വിക്ടിം എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഐറ്റം കൊടുക്കുകയും ചെയ്യുന്നു, എനിക്ക് ആ സാധനം കിട്ടുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണ്? Even if the person does not touch the victim, just being close enough to create fear is enough. അതായത് ഇവിടെ ഞാൻ ചിലപ്പോ ആ വിക്ടിമിനെ തൊട്ടിട്ടുണ്ടാവില്ല, ഞാൻ നേർക്ക് നേർ നിന്ന് ഭീഷണിപ്പെടുത്തുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത്രയും അടുത്ത് നിന്ന് ഭീഷണിപ്പെടുത്തിയ ആർക്കാരും പേടിയാവൂലേ? അപ്പം ആ ഒരു അക്യൂസ്ഡ് ഇയാളെ തൊട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നേർക്ക് നേർ നിന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതി, അത് നമ്മള് റോബറിക്കകത്ത് കൂട്ടുന്നതായിരിക്കും. ഇനി പ്രസൻസ് എന്ന വേർഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ദി ഒഫൻഡർ ഈസ് സെറ്റ് ടു ബി പ്രസന്റ് ഇഫ് ഹി ഈസ് ക്ലോസ് ഇനഫ് ടു ക്രിയേറ്റ് ഫിയർ ഓഫ് ഇമീഡിയറ്റ് ഹാം. അതായത് അയാൾ ഇവിടെ തന്നെ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്, പെട്ടെന്ന് വന്നിട്ട് ഹാം ചെയ്യാൻ എന്നുള്ള പേടി അയാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രസൻസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് തൊട്ടടുത്ത് തന്നെ ആള് പ്രസന്റ് ആണ് എന്നാണ് പ്രസൻസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് എപ്പോഴൊക്കെയാണ് സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് റോബറായി മാറുന്നുള്ളത്. എ ഹോൾസ് സീ ഡൗൺ ആൻഡ് സ്റ്റീൽ ഫ്രം ഹിം. എ എന്ത് ചെയ്യാണ്? സീനെ പിടിച്ചു നിർത്തി, അതായത് ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മുഖം ഇങ്ങനെ പിടിച്ച് നിലത്ത് വെച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ സ്റ്റീൽ ചെയ്യാണ്. സീനെ താഴേക്ക് കുനിച്ചു നിർത്തിയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതാണെങ്കിൽ അതെന്താണ്? റോബറിയാണ്. അതെങ്ങനെ റോബറി ആകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ മോഷണമുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് സാധനം എടുക്കുന്നുണ്ട്, പ്ലസ് റോങ്ഫുൾ റിസ്ട്രെയിൻ, അയാളെ റോങ്ഫുള്ളി പിടിച്ചു വെച്ചിട്ടാണ് സാധനം എടുക്കുന്നത്. സോ ഇത് രണ്ടും കൂടി കൂടിയപ്പം അതെന്തായിട്ട് മാറി? റോബറി ആയിട്ട് മാറി. രണ്ടാമത്തെ ഇലുസ്ട്രേഷൻ ആണ്. എ ത്രെട്ടൻസ് സീ വിത്ത് എ പിസ്റ്റോൾ ആൻഡ് ടേക്സ് ഹിസ് പേഴ്സ്. എ ഒരു തോക്ക് കാണിച്ച് സീനെ പേടിപ്പിച്ചിട്ട് സീന്റെ കയ്യിൽ നിന്ന് പേഴ്സ് വാങ്ങിക്കുകയാണ്. അതും റോബറിയാണ്. കാരണം എന്താ? എക്സ്റ്റോർഷൻ പ്ലസ് ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഹേർട്ട് പ്ലസ് പ്രസൻസ്. ഇവിടെ ഭീഷണിപ്പെടുത്തി സാധനം എടുക്കുന്നുണ്ട്, അതും എന്താണ് തന്നില്ലെങ്കിൽ ഷൂട്ട് ചെയ്യും, ഹേർട്ട് ചെയ്യും എന്നുള്ള പേടി കൊണ്ടാണ് സാധനം കൊടുക്കുന്നത്. പ്ലസ് പ്രസൻസ് ഉണ്ട്, ഡയറക്റ്റ് പ്രസൻസും അവിടെ ഉണ്ട്. അതങ്ങനെ ഈ മൂന്ന് കാരണങ്ങൾ കാരണം ഇത് റോബറി ആയി മാറി. Then A threatens to throw Z's child from a cliff unless he gives purse. അതായത് A പറയാണ് കുട്ടീനെ ഞാൻ ഈ മലയുടെ മേളിൽ നിന്ന് താഴേക്ക് ഇടും, വേണ്ടാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിന്റെ പേഴ്സ് തന്നോ എന്ന് പറഞ്ഞ് സീനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതും റോബറിയാണ്. കാരണം എന്താ? ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഹേർട്ട് ടു സമ്മൺ പ്രസന്റ്. അവിടെ പ്രസന്റ് ആയിട്ടുള്ള കുട്ടീനെ ഇപ്പൊ ഹേർട്ട് ചെയ്യും എന്നുള്ള ഭീഷണിയാണ് കൊടുത്തിട്ടുള്ളത്. സോ അതെന്താണ്? അത് റോബറിയാണ്. ദെൻ നെക്സ്റ്റ് ആണ് A demands money by saying his gang has Z's child. ഇവിടെ A എന്ത് ചെയ്യുന്നു? സീന്റെ കയ്യിൽ നിന്ന് പൈസ ഡിമാൻഡ് ചെയ്യുകയാണ്. എന്തു പറഞ്ഞിട്ട് പൈസ ഡിമാൻഡ് ചെയ്യുന്നത്? നിന്റെ കുട്ടി എന്റെ ഗ്യാങ്ങിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പൈസ ഡിമാൻഡ് ചെയ്യുന്നത്. അത് പക്ഷെ എന്തല്ല? റോബറി അല്ല, പകരം എക്സ്റ്റോർഷൻ ആണ്. കാരണം ഇവിടെ കുട്ടി ഡയറക്റ്റ് അവിടെ പ്രസന്റ് അല്ലാത്തത് കൊണ്ട് എന്തല്ല, അത് റോബറി അല്ല, പകരം എക്സ്റ്റോർഷൻ ആണ്. നോ ഇമീഡിയറ്റ് ത്രെറ്റ്, ഇറ്റ്സ് ജസ്റ്റ് എക്സ്റ്റോർഷൻ. പക്ഷെ അത് എന്തിന്റെ അണ്ടറിൽ വരും? എക്സ്റ്റോർഷന്റെ അണ്ടറിൽ വരും. ഇനി ഇങ്ങനെ ചെയ്താലുള്ള പണിഷ്മെന്റ് എന്താന്ന് നോക്കണ്ടേ? സെക്ഷൻ 4 ഫോർ കമ്മിറ്റിംഗ് റോബറിക്കുള്ള പണിഷ്മെന്റ് പറയുന്നത് റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്. അപ് ടു 10 years, 10 വർഷം വരെ റിഗറസ് ഇംപ്രിസൺമെന്റ്, അതുപോലെ തന്നെ ഫൈനും കൊടുക്കും.
ഇനി ഇഫ് ഡൺ ഓൺ എ ഹൈവേ അറ്റ് നൈറ്റ്, ഹൈവേയില് രാത്രിയാണ് ഈ പറഞ്ഞ റോബറി നടത്തുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. കാരണം അത്രയും രാത്രി, നമുക്കറിയാം രാത്രിയാണ് ഈ ആൾക്കാർ ഇറങ്ങിയിട്ട് ഇതുപോലെ ആൾക്കാരെ പേടിപ്പിച്ച് സാധനങ്ങൾ പിടിച്ചു വാങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊരു സീരിയസ് ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? ഇംപ്രിസൺമെന്റ് മേ ഗോ അപ് ടു 14 years, 14 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്. ദെൻ ഫോർ അറ്റംപ്റ്റിംഗ് റോബറി, ഇനി റോബറി നടത്താൻ വേണ്ടി ശ്രമിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താണ്? അവിടെയും റിഗ്രസ് ഇംപ്രിസൺമെന്റ് ആണ്, അപ് ടു 7 years, 7 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും അടയ്ക്കേണ്ട ഒരു ഒഫൻസ് ആണത്. ഇനി 6ാമത്തെ സെക്ഷൻ ആണ്, ഇഫ് ഹേർട്ട് ഈസ് കോസ്ഡ് ഡ്യൂറിങ് റോബറി ഓർ അറ്റംപ്റ്റ്, റോബറി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റോബറി ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്തോ മറ്റൊരു പേഴ്സണ്, ആ വിക്ടിമിന് ഹേർട്ട് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പണിഷ്മെന്റ്? ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ജീവപര്യന്തം, അല്ലെങ്കിൽ റിഗറസ് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years ആൻഡ് ഫൈൻ വരെ കിട്ടും. ദിസ് അപ്ലൈസ് ടു the person who causes the hurt and all others who are involved in the robbery attempt. ഈ പറഞ്ഞ പണിഷ്മെന്റ് ആർക്കൊക്കെയാണ് കിട്ടുന്നത്? ആ റോബറി ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആൾക്കും അല്ലെങ്കിൽ ആ ഹേർട്ട് സംഭവിപ്പിച്ച ആൾക്കും പിന്നെ ആ ഒരു റോബറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഈ പറഞ്ഞ പണിഷ്മെന്റ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഓരോത്തിന്റെയും ടൈപ്പും എന്തൊക്കെ അതിൽ ഇൻവോൾവ്ഡ് ആണ് ആൻഡ് എപ്പോഴാണ് അത് റോബറി ആയി മാറുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തെഫ്റ്റ് ആണ്. തെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ടേക്കിംഗ് പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസെന്റ്. ഞാൻ ഒരാളുടെ പ്രോപ്പർട്ടി അയാളുടെ സമ്മതം ഇല്ലാണ്ട് എടുത്താൽ അത് മോഷണമാണ്. അത് എപ്പോഴാണ് റോബറി ആയിട്ട് മാറുന്നത്? ഇഫ് വയലൻസ് അല്ലെങ്കിൽ ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഹാം, ഞാൻ അവിടെ വയലൻസോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഹാം സംഭവിപ്പിക്കുന്നുള്ളൊരു പേടി ആൾക്കാരുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റോബറി ആയിട്ട് മാറും. രണ്ടാമത്തതാണ് എക്സ്റ്റോർഷൻ. എക്സ്റ്റോർഷൻ എന്ന് വെച്ചാൽ എന്താ? ഗെറ്റിംഗ് പ്രോപ്പർട്ടി ബൈ ത്രെറ്റനിങ് ഹാം, അതായത് ഭീഷണിപ്പെടുത്തി ഞാൻ എന്തെങ്കിലും സാധനം എടുക്കുന്നതിനാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. ആ എക്സ്റ്റോർഷൻ എപ്പോഴാണ് റോബറി ആയിട്ട് മാറുന്നത്? ഇഫ് ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഹാം ഈസ് ക്രിയേറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് ദ വിക്ടിം, അതായത് വിക്ടിമിന്റെ പ്രസൻസിൽ പെട്ടെന്ന് ആ ഒരു പേടി വരുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റോബറി എന്ന് പറയും. ഇനി ഇപ്പം എന്താ ചുരുക്കി പറഞ്ഞ റോബറി എന്ന് പറഞ്ഞാല് സീരിയസ് ഫോം ഓഫ് തെഫ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റോർഷനെയാണ് നമ്മൾ റോബറി എന്ന് പറയുന്നത്. റോബറിയിൽ എന്തൊക്കെ ഉണ്ട്? ഇൻവോൾവ്സ് വയലൻസ്, ത്രെറ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. സോ ഈ പറഞ്ഞ തെഫ്റ്റും എക്സ്റ്റോർഷനും ഒരു സീരിയസ് ഫോമിനെയാണ് നമ്മൾ റോബറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻ കൺക്ലൂഷൻ നമുക്ക് പറയാം, റോബറി ഈക്വൽ ടു theft or extortion plus violence or fear of instant harm. It is a violent and serious ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഇനി ഹയർ പണിഷ്മെന്റ് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? രാത്രി കാലത്താണ് ഇത് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാപ്പൻസ് അറ്റ് എ നൈറ്റ് ഓൺ ഹൈവേ ഇൻവോൾവ്സ് ഹേർട്ട്. ഈ 3 കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഹയർ പണിഷ്മെന്റ്, അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ റിഗ്രസ് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അത്രയാണ് അബൌട്ട് റോബറി. ഇനി നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 310. സെക്ഷൻ 310 നമ്മൾ പറയുന്നത് ഡെക്കോയിറ്റി ആണ്. വാട്ട് ഈസ് ഡെക്കോയിറ്റി? Dacoity is a type of robbery committed by a group of 5 or more people working together. അതായത് 5 അതിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് ഈ പറഞ്ഞ റോബറിക്ക് പോകുന്നതിനാണ് നമ്മൾ ഡെക്കോയിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ റോബറി 5 അതിൽ കൂടുതലോ ആൾക്കാർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെക്കോയിറ്റി എന്ന് പറയുന്നത്. സോ ഡെക്കോയിറ്റി എപ്പോഴാണ് ഹാപ്പൻ ചെയ്യുന്നത്? 5 or more people, 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാർ പോകുന്നു എന്തിനു വേണ്ടിയിട്ട്? കമ്മിറ്റ് റോബറി ഓർ ട്രൈ ടു കമ്മിറ്റ് റോബറി ഓർ ഹെൽപ്പ് ഇൻ കമ്മിറ്റിംഗ് ഓർ അറ്റംപ്റ്റിംഗ് എ റോബറി. ഒന്നെങ്കിൽ റോബറി കമ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അതിനെയൊക്കെയാണ് നമ്മൾ ഡെക്കോയിറ്റി എന്ന് പറയുന്നത്. Everyone involved, those committing, attempting or helping is guilty of dacoity. ഇനി ഈ പറഞ്ഞ ഡെക്കോയിറ്റിയിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാവരും ഈ ഒരു സംഭവത്തിന് പണിഷബിൾ ആയിരിക്കും. ആരൊക്കെയാണ്? ഡെക്കോയിറ്റി ചെയ്യുന്ന ആൾക്കാര്, ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാര്, അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. ഈ 3 ടൈപ്പ് ഓഫ് ആൾക്കാരും ഇതില് പണിഷബിൾ ആയിരിക്കും. ഇനി ഇതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. If 5 or more people break into a house to steal valuables and use threats or violence, it is dacoity.
അതായത് 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാർ ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്, അല്ലെങ്കിൽ വീട് തല്ലി തുറന്ന് കയറുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവിടുന്ന് എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ ഈ പറഞ്ഞ ത്രെട്ടോ അല്ലെങ്കിൽ വയലൻസോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെക്കോയിറ്റി ആയിട്ട് മാറും. ഇപ്പൊ ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മേ ബി റോബറി ആയിരിക്കും. 5-ൽ കൂടുതൽ ആൾക്കാരായതുകൊണ്ട് അത് ഡെക്കോയിറ്റി ആയിട്ട് മാറി. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്, ഈവൻ ഇഫ് only 2 people enter and 3 stand outside as helpers, all 5 are guilty. അതായത് 5 പേര് പോയി, അതിനകത്ത് 2 പേരെ ഉള്ളിൽ കയറിയുള്ളൂ, ബാക്കി 3 ആള് പുറത്തു നിന്ന് കാവല് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും ഈ 5 പേരും ഗിൽറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് അവിടെ പോയിട്ട് പറയാൻ പറ്റില്ല, സർ ഞാൻ ഉള്ളിൽ കയറിയില്ല, ഞാൻ പുറത്തു നിന്നതേ ഉള്ളൂ, ഞാൻ എന്നെ വെറുതെ വിടണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ 5 പേരും ഗിൽറ്റിയാണ്. ഇനി അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? സെക്ഷൻ 2-ലാണ് പറയുന്നത്, പണിഷ്മെന്റ് ഫോർ ഡെക്കോയിറ്റി, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് അല്ലെങ്കിൽ റിഗറസ് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years പ്ലസ് ഫൈൻ. ജീവപര്യന്തം അല്ലെങ്കിൽ റിഗറസ് ഇംപ്രിസൺമെന്റ് 10 വർഷം വരെ റിഗറസ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈനും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി ഇഫ് മർഡർ ഹാപ്പൻസ് ഡ്യൂറിങ് ഡെക്കോയിറ്റി, ഡെക്കോയിറ്റിയുടെ സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ മരണം സംഭവിച്ചു, അങ്ങനെയാണെങ്കിൽ എന്താ പണിഷ്മെന്റ്? ഇഫ് എനി വൺ ഓഫ് ദ 5+ പേഴ്സൺ കമ്മിറ്റ്സ് മർഡർ ഡ്യൂറിങ് ഡെക്കോയിറ്റി, ആ 5-ൽ ആരെങ്കിലും ഒരാൾ കമ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ, ഓൾ ഓഫ് ദം ക്യാൻ ബി പണിഷ്ഡ്. അപ്പോ ആ 5 പേരാണെന്നുണ്ടെങ്കിൽ ആ 5 പേർക്കും കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? ഡെത്ത് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ മിനിമം 10 years റിഗറസ് ഇംപ്രിസൺമെന്റ് ആയിരിക്കും, പ്ലസ് ഫൈനും കൊടുക്കും. അപ്പൊ എന്താ, നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. ഇനി സെക്ഷൻ 4-ൽ എന്താ പറയുന്നത്? പ്രിപ്പറേഷൻ ഫോർ ഡെക്കോയിറ്റി, ഡെക്കോയിറ്റിക്ക് വേണ്ടി ആരെങ്കിലും പ്രിപ്പയർ ചെയ്താൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ആണ്. ഇഫ് സമ്മൺ ഈസ് കോട്ട് പ്രിപ്പയറിംഗ് ഫോർ ഡെക്കോയിറ്റി, അതായത് എന്തെങ്കിലും വെപ്പൺസ് വാങ്ങി വെക്കുകയോ അല്ലെങ്കിൽ കുറെ പ്ലാൻ ചെയ്യുകയോ ചെയ്ത് കണ്ട് അവരെ നമ്മൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? അപ് ടു 10 years ഓഫ് റിഗറസ് ഇംപ്രിസൺമെന്റ്, 10 വർഷം വരെ റിഗറസ് ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. ഇനി 5-ാമത്തെ സെക്ഷൻ ആണ്, ബീങ് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് അസംബിൾ ടു കമ്മിറ്റ് ഡെക്കോയിറ്റി, അതായത് ഡെക്കോയിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് 5+ ആൾക്കാരാണല്ലോ വേണ്ടത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവർക്ക് അറിയാം ഡെക്കോയിറ്റി ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ ഗ്രൂപ്പിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്നുള്ളത് നോക്കാം. Just being present in a group of 5+ people who plan ഡെക്കോയിറ്റി is punishable. ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്നത് തന്നെ പണിഷബിൾ ആണ്. അങ്ങനെ കയറിയാൽ തന്നെ എന്താ പണിഷ്മെന്റ്? അപ് ടു 7 years, 7 വർഷം വരെ, അതും റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്, പ്ലസ് ഫൈനും അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. സോ ഡെക്കോയിറ്റി ഇസ് എ സീരിയസ് ഒഫൻസ്. ഇനി ബിലോങ്ങിങ് ടു എ ഗ്യാങ് ദാറ്റ് റെഗുലർലി കമ്മിറ്റ്സ് ഡെക്കോയിറ്റി, അതായത് ഡെക്കോയിറ്റി റെഗുലർലി നടത്തുന്ന ഒരു ഗ്യാങ് ഉണ്ട്, അതിന്റെ ഒരു മെമ്പർ ആണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? ഇഫ് സമ്മൺ ഈസ് പാർട്ട് ഓഫ് എ ഗ്യാങ് നോൺ ടു ഹാബിച്വലി കമ്മിറ്റ് ഡെക്കോയിറ്റി, ദേ ഫേസ് ലൈഫ് ഇംപ്രിസൺമെന്റ് ഓർ റിഗറസ് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years പ്ലസ് ഫൈൻ. ഒന്നെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ 10 വർഷം വരെ റിഗറസ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈൻ കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശിക്ഷ കിട്ടാവുന്ന ഒരു തെറ്റാണത്. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് ഓരോ സെക്ഷനും അതിന്റെ സബ്സെക്ഷൻ ആട്ടോ, സബ്സെക്ഷനും അതിനകത്ത് ഏതാ പറഞ്ഞിട്ടുള്ളത് അതിന്റെ പണിഷ്മെന്റ്. ഫസ്റ്റ് സബ്സെക്ഷൻ എന്താണ്? ഇതിപ്പോ നമ്മൾ സെക്ഷൻ 310 അല്ലേ, അപ്പൊ ഇതെങ്ങനെ വായിക്കുക? സെക്ഷൻ 310 ക്ലോസ് 1 ആണ് വരുന്നത്. അപ്പൊ ക്ലോസ് 1-ൽ വരുന്നത് 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാർ റോബറി അറ്റംപ്റ്റ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡെക്കോയിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സെക്ഷൻ 2-ൽ ക്ലോസ് 2-ൽ എന്താ പറയുന്നത്? കമ്മിറ്റിംഗ് ഡെക്കോയിറ്റി, ഡെക്കോയിറ്റി കമ്മിറ്റ് ചെയ്താൽ 10 വർഷം വരെ തടവും പ്ലസ് ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. ഇനി മർഡർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത്, ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ 10 വർഷം വരെ റിഗറസ് ഇംപ്രിസൺമെന്റും ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷ, ഒരു ഒഫൻസ് ആണ്. ദെൻ ക്ലോസ് 4-ൽ പറയുന്നത് മേക്കിംഗ് പ്രിപ്പറേഷൻ, ഡെക്കോയിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ കിട്ടുന്ന പണി എന്താണ്? അപ് ടു 10 years പ്ലസ് ഫൈൻ കിട്ടും. ദെൻ ക്ലോസ് 5-ൽ പറയുന്നത് ബീങ് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഗ്യാതേർഡ് ടു ഡു ഡെക്കോയിറ്റി, ഡെക്കോയിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുന്ന ഒരു കൂട്ടില്, ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഗ്യാദർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് അപ് ടു 7 years പ്ലസ് ഫൈനും. ക്ലോസ് 6-ൽ പറയുന്നത് ആ ഒരു ഗ്യാങ്ങിന് നമ്മൾ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ
ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ 10 years പ്ലസ് ഫൈൻ വരെ കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണത്. അപ്പൊ ഇൻ കൺക്ലൂഷൻ എന്താ പറയുന്നത്? ഡെക്കോയിറ്റി ഈസ് എ ഗ്രൂപ്പ് ക്രൈം ആണ്. അതായത് 5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരോ വേണം. ദാറ്റ് ഇൻവോൾവ്സ് റോബറി, വയലൻസ് ആൻഡ് പ്ലാനിങ് ഉണ്ട്. The law punishes all participants, not just the ones directly stealing മാത്രമല്ല, എല്ലാ പാർട്ടിസിപ്പൻസിനെയും പണിഷ് ചെയ്യും. Then murder during dacoity makes the offense even more serious, can lead to death penalty വരെ പോകാം. Then even preparation or being part of such gang തന്നെ ഒരു സീരിയസ് ഒഫൻസ് ആണ്. ദാറ്റ്സ് അബൌട്ട് ഡെക്കോയിറ്റി. ഇനി നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് ആണ് സെക്ഷൻ 314. സെക്ഷൻ 314 പറയുന്നതാണ് ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിന്റെ ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ. അതായത് if someone takes a movable property like money, jewelry, documents, etc. and uses it for their own benefit dishonestly, that person has committed the offense of criminal misappropriation of property. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരാളുടെ മൂവബിൾ പ്രോപ്പർട്ടി എടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ആൻഡ് യൂസസ് ഇറ്റ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്. എന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞാൻ അത് ഡിസോണസ്റ്റ്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ബി കമ്മിറ്റിംഗ് ദി ഒഫൻസ് ഓഫ് എന്ത്? ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നൊരു ഒഫൻസ് സെക്ഷൻ 314 ഒഫൻസ് ഞാൻ കമ്മിറ്റ് ചെയ്തു എന്ന് പറയാം. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ നമ്മൾ ഫർദർ ചെയ്യുന്നതായിരിക്കും. അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? മിനിമം 6 months ഇംപ്രിസൺമെന്റും അയാൾക്ക് കിട്ടുന്ന മാക്സിമം പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 years ഇംപ്രിസൺമെന്റ് വരെ കിട്ടും, പ്ലസ് ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരും. ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സിമ്പിൾ അല്ലെങ്കിൽ റിഗ്രസ് ഇംപ്രിസൺമെന്റ് ആയിരിക്കും. അത് ആ ഒരു ടൈപ്പ് ഓഫ് ഒഫൻസ് വെച്ചിട്ടായിരിക്കും എന്ത് ടൈപ്പ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ആണ് ചെയ്തത് എന്നുള്ളത് കണ്ടിട്ടായിരിക്കും. അപ്പൊ ഇതിനകത്ത് വരുന്ന കുറച്ച് കീ ടേംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഡിസോണസ്റ്റ്ലി. ഡിസോണസ്റ്റ്ലി എന്ന് വെച്ചാൽ ടേക്കിംഗ് സംതിങ് നോയിങ് ഇറ്റ്സ് നോട്ട് യോർസ് ആൻഡ് ഇന്റൻഡിങ് ടു ഗെയിൻ ഓർ കോസ് ലോസ്. അതായത് എനിക്കറിയാം എന്റെ സാധനമല്ല എന്ന് അറിഞ്ഞു വെച്ച് മറ്റൊരാൾക്ക്, ആരുടെ സാധനമാണോ ഞാൻ എടുക്കുന്നത് അയാൾക്ക് നഷ്ടം സംഭവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ലാഭം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഡിസോണസ്റ്റ്ലി എടുക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ വേർഡാണ് മിസ്അപ്രോപ്രിയേഷൻ. മിസ്അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ യൂസിങ് സംവൺ എൽസസ് പ്രോപ്പർട്ടി ഫോർ യുവർ ഓൺ പേർപ്പസ്. മറ്റൊരാളുടെ പ്രോപ്പർട്ടി എന്റെ സ്വന്തം പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതിനാണ് മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ദെൻ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? എനി ഫിസിക്കൽ ഐറ്റം ദാറ്റ് ക്യാൻ ബി മൂവ്ഡ്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഫിസിക്കൽ ഐറ്റത്തിനെയും നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയും. ഇനി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ടേക്കിംഗ് ബൈ മിസ്റ്റേക്ക് ഇസ് നോട്ട് എ ക്രൈം ബട്ട് യൂസിങ് ഇറ്റ് ആഫ്റ്റർ നോയിങ് ഈസ്. അതായത് ഞാനിപ്പം എന്റെ ഒരു സാധനമാണ്, ഇപ്പൊ ഒരു മോതിരം അവിടെ ഇരുന്നു, അപ്പൊ ഞാനൊക്കെ എന്റെ മോതിരമാണ് എന്ന് ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, അതൊരു തെറ്റല്ല. പക്ഷെ ഞാൻ അറിഞ്ഞു, എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു അത് എന്റെ മോതിരമല്ല മറ്റൊരാളുടെ മോതിരമാണ്, അത് അറിഞ്ഞു വെച്ചിട്ട് ഞാൻ അത് കൊടുക്കാണ്ട് എന്റെ കയ്യിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്? ദാറ്റ് ഈസ് എ ക്രൈം. എക്സാമ്പിൾ ആണ് എ തിങ്സ് ദ പ്രോപ്പർട്ടി ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് ടേക്ക്. എ തിങ്സ് ദ പ്രോപ്പർട്ടി ഈസ് ഹിസ് ആൻഡ് ടേക്സ് ഇറ്റ്. ലേറ്റർ ഹി ഫൈൻഡ്സ് ഔട്ട് ഇറ്റ് ബിലോങ്സ് ടു സി ബട്ട് സ്റ്റിൽ കീപ്സ് ഓർ യൂസസ് ഇറ്റ്. അപ്പൊ എന്താണ്? എ ഒരു പ്രോപ്പർട്ടി അവിടെ ഇരിക്കുന്നത് കണ്ടു, അയാളുടെ ആണെന്ന് വിചാരിച്ച് അയാൾ അത് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായത് സ്വന്തം അല്ല, സീന്റേതാണെന്ന് മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്തില്ല? എന്നിട്ടും അത് കൊടുത്തില്ല, അത് അയാളുടെ കയ്യിൽ തന്നെ വെച്ച് അത് ഉപയോഗിച്ചു. ക്രൈം ഹാപ്പൻസ്. എപ്പോഴാണ് ക്രൈം നടന്നത്? ആഫ്റ്റർ എ കംസ് ടു നോ ദ ട്രൂത്ത്. എ ആ ഒരു സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് അതൊരു ഒഫൻസ് ആയിട്ട് മാറിയത്. അത് വേറെ ഒരു ഒഫൻസ് അല്ല. ബിക്കോസ് എ തൻ്റെതാണെന്ന് പറഞ്ഞ വിശ്വാസത്തോടു കൂടി എടുത്തതാണ്. സോ അതൊരു തെറ്റല്ല. എപ്പം മുതൽ അയാൾക്ക് മനസ്സിലാകണോ അത് അയാളുടെ സ്വന്തമല്ല എന്നുള്ളത്, അപ്പം മുതൽ അതൊരു തെറ്റായിട്ട് മാറും. രണ്ടാമത്തതാണ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഡസൻ ഗിവ് ഫുൾ റൈറ്റ്സ്. അതായത് ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ എന്തെങ്കിലും ഒരു സാധനം എടുത്തു, അതെന്തല്ല, ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഞാൻ എനിക്കറിയാം ഞാനത് എടുത്താലും എന്റെ ഫ്രണ്ടിന് അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഞാൻ അത് എടുത്തു, അതെന്തല്ല, അതൊരു തെഫ്റ്റ് അല്ല അല്ലെങ്കിൽ ഒരു ക്രൈം അല്ല. പക്ഷെ ഞാനത് എടുത്തിട്ട് ഞാനത് കൊണ്ടുപോയി വിറ്റോ അല്ലെങ്കിൽ എനിക്ക് പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ഞാനത് മറിച്ച് വിറ്റ് എന്തെങ്കിലും ചെയ്താൽ അതൊരു ക്രൈമാണ്.
എ ബോറോസ് സീസ് ബുക്ക് തിങ്കിങ് ഹി ഹാസ് ഇംപ്ലൈഡ് പെർമിഷൻ. എ എന്ത് ചെയ്യുകയാണ്? സീന്റെ ബുക്ക് എടുക്കുകയാണ്. ബിക്കോസ് നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ ബുക്ക് എടുക്കുന്നതിന് നമുക്ക് അങ്ങനെ ഇപ്പം സ്പീക്കൺ അല്ലെങ്കിൽ ബൈ വേർഡ്സ് നമുക്ക് പെർമിഷൻ വേണമെന്നില്ല. അവിടെ ഒരു ഇംപ്ലൈഡ് പെർമിഷൻ ഉണ്ട്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു? എ ലേറ്റർ സെൽസ് ഇറ്റ്. എ കുറച്ച് കഴിയുമ്പോൾ അത് വിറ്റു. അതെന്താണ്? ബോറോയിങ് ഇസ് നോട്ട് എ ക്രൈം. പക്ഷെ സെല്ലിങ് ഇറ്റ് ഫോർ ഗെയിൻ എന്താണ്? ദാറ്റ് ഇസ് എ ക്രൈം. അതാണ് ഇതിൽ പറയുന്നത്. മൂന്നാമത് പറയുന്നത് എന്താ? ജോയിൻ ഓണർഷിപ്പ് ഇസ് ഇൻ എ ലൈസൻസ്ഡ് സെൽ. അതായത് ഞാനും മറ്റൊരു പേഴ്സണും കൂടി ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സോ ജോയിന്റ്ലി ഓൺ ചെയ്യുകയാണ്. എനിക്കത് എന്റെ സ്വന്തം ഇഷ്ടം പോലെ എനിക്കത് വിറ്റ് കളയാൻ പറ്റുമോ? ഇല്ല. മറ്റേ ആളുടെ പെർമിഷനും അല്ലെങ്കിൽ അയാളുടെ കൺസെന്റും വേണം. അതാണ് എ ആൻഡ് ബി ജോയിന്റ്ലി ഓൺ എ ഹോഴ്സ്. എ യൂസസ് ഇറ്റ്, നോട്ട് എ ക്രൈം. എ സെൽസ് ഇറ്റ്, ക്രൈം ആണ്. ഞാനത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈം അല്ല, കാരണം എന്റെയും കൂടി അവകാശമുള്ള സാധനമാണ്. പക്ഷെ ഞാനത് വിറ്റാൽ അത് ക്രൈം ആണ്. ജോയിൻ ഓണർഷിപ്പ് മീൻസ് ഷെയർഡ് റൈറ്റ്സ്, നോട്ട് ഫുൾ കൺട്രോൾ. കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് ഇനി. ടെമ്പററി യൂസ് ഇസ് ഓൾസോ മിസ്അപ്രോപ്രിയേഷൻ. അതായത് even if someone takes and uses property just for a short time with a dishonest intent, it is still considered misappropriation. അതായത് ഞാന് അയാളുടെ സമ്മതം ഒന്നും ഇല്ലാണ്ട് കുറച്ചു നാളത്തേക്ക് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ തരാം, ഞാൻ അയാളോട് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ അയാൾ എനിക്ക് സമ്മതം തന്നിട്ടൊന്നും ഇല്ല, ഓക്കെ, ഞാനിപ്പോ കുറച്ചാൾ കഴിഞ്ഞിട്ട് തരാന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുത്തിട്ട് പോയാലും അതും എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ മിസ്അപ്രോപ്രിയേഷൻ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആണ്, A pledges Z's document for a loan, planning to return it later. Still a crime because the intention was dishonest. A എന്ത് ചെയ്തു? Zന്റെ ഡോക്യുമെന്റ് എടുത്തിട്ട് ലോണിന് സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷെ Z അവിടെ പെർമിഷൻ ഒന്നും കൊടുത്തില്ല. എന്താ, ഓക്കെ, ഇത് പൈസ കൊടുത്ത് ഡോക്യുമെന്റ് ഞാൻ എടുത്ത് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. പക്ഷെ എന്നാലും അതെന്താണ്? ഈ പറഞ്ഞ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ വരുന്ന ഒരു ക്രൈം ആണത്. ബിക്കോസ് സിയുടെ കൺസെന്റ് ഒന്നും ഇല്ലാണ്ടാണ് അത് എടുത്തിട്ട് പോയിട്ടുള്ളത്. അടുത്ത എക്സ്പ്ലനേഷൻ ആണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് പ്രോപ്പർട്ടി. അതായത് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് താഴെ കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരെപ്പം മുതൽ ഗിൽറ്റി ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് യു ഫൈൻഡ് ലോസ്റ്റ് പ്രോപ്പർട്ടി യു ആർ നോട്ട് ഗിൽറ്റി ഇഫ്. ഇപ്പൊ നമുക്കൊരു സാധനം താഴെ കടന്ന് കിട്ടിയാൽ നമ്മൾ അത് എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ക്രൈം ചെയ്തില്ല. പക്ഷെ എപ്പോ നമ്മൾ ക്രൈം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഗിൽറ്റി ആണ് എപ്പം മുതൽ പറയാൻ പറ്റും? യു ഇന്റൻഡഡ് ടു റിട്ടേൺ ഇറ്റ്. നമ്മളത് ഇത് നമ്മൾ എപ്പോ ഒക്കെ ഗിൽറ്റി അല്ല എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. നമ്മൾ അത് തിരിച്ച് ഇപ്പം കറക്റ്റ് ഓണർ, ശരിയായുള്ള ഓണർ വന്നു കഴിഞ്ഞാൽ ഞാനത് കൊടുക്കും എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണ് എടുത്തു വെച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിൽറ്റി അല്ല. അല്ലെങ്കിൽ യു ട്രൈ ടു ഫൈൻഡ് ദ ഓണർ യൂസിങ് റീസണബിൾ എഫേർട്ട്. അതായത് യൂഷ്വലി ഒരു പ്രൂഡന്റ് മാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒരു കളഞ്ഞു കിട്ടിയ വസ്തു കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓണറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ മനുഷ്യന്മാര് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തല്ല? ഗിൽറ്റി അല്ല. യു കീപ് ഇറ്റ് ഓൺലി ഫോർ എ റീസണബിൾ ടൈം ടു അലോ ദ ഓണർ ടു ക്ലെയിം ഇറ്റ്. അതായത് അതിന്റെ ശരിക്കുമുള്ള ഒരു ഓണറിനെ കണ്ടുപിടിക്കുന്നിടം വരെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി ഞാൻ ആ സാധനം എന്റെ കയ്യിൽ വെച്ചു. അപ്പോഴും ഞാൻ അവിടെ ക്രൈം ചെയ്തിട്ടില്ല. ബട്ട് ഇഫ് യു യൂസ് ഇറ്റ് ഫോർ യുവർ ഓൺ ബെനിഫിറ്റ് വിത്തൗട്ട് ട്രൈങ് ടു ഫൈൻഡ് ദ ഓണർ ഓർ കീപ് ഇറ്റ് ഈവൻ ആഫ്റ്റർ നോയിങ് ഹു ഓൺസ് ഇറ്റ്, യു ആർ ഗിൽറ്റി. അതായത് ഞാന് ഓണറിനെ കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല, എനിക്ക് കളഞ്ഞു കിട്ടി, ഞാൻ അത് എന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു, അവിടെ എന്താണ്? ഞാൻ ഗിൽറ്റിയാണ്. അല്ലെങ്കിൽ എനിക്കറിയാം ഇത് ആരുടെ വസ്തു ആണെന്നുള്ളത് എനിക്കറിയാം, എന്നിട്ട് ഞാനത് തിരിച്ചു കൊടുക്കുന്നില്ല, എനിക്ക് താഴെ കടന്ന് കിട്ടിയാന്ന് പറഞ്ഞാൽ ഞാനത് എടുത്താൽ അവിടെയും എന്താണ്? ഐ വിൽ ബി ഗിൽറ്റി ഓഫ് ദാറ്റ് ഒഫൻസ്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ ഞാൻ ഗിൽറ്റി ആയിരിക്കും. ഇവിടെ ഒരു ഇലുസ്ട്രേഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? എ ഫൈൻസ് എ റുപ്പി ഓൺ റോഡ്, ഡസന്റ് നോ ഹു ഓൺസ് ഇറ്റ്, പിക്സ് ഇറ്റ് അപ്പ്, നോട്ട് ഗിൽറ്റി. അതായത് ഇവിടെ എ എന്ത് ചെയ്യുന്നു? താഴെ കടന്ന ഒരു രൂപയുടെ ഒരു നോട്ടോ അല്ലെങ്കിൽ കുറച്ച് പൈസ താഴെ കടന്ന് കിട്ടി, അയാളത് താഴെ കടന്നൊന്ന് എടുത്തു, പിക്ക് ഇറ്റ് അപ്പ്. അതെന്തല്ല? അയാൾ ഗിൽറ്റി ആവും. താഴെ കടന്നൊരു സാധനം എടുത്തു എന്നും പറഞ്ഞിട്ട് അയാൾ ഗിൽറ്റി ആവില്ല. രണ്ടാമത്തത്, എ ഫൈൻസ് എ ലെറ്റർ വിത്ത് ബാങ്ക് നോട്ട്, നോസ് ഓണർ കീപ്സ് ഇറ്റ്. അതായത് ബാങ്ക് നോട്ടിൽ അയാൾ ഓണറുടെ പേരുണ്ടാകും, എന്നിട്ടും അത് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല, അത് അയാളുടെ കയ്യിൽ തന്നെ വെച്ചു.
he is guilty. Then അടുത്തതാണ് A finds check, doesn't try to find owner, keeps it guilty. അതായത് ഓണറിനെ കണ്ടുപിടിക്കാനൊന്നും ശ്രമിച്ചില്ല, അവിടെ ചെക്ക് കടന്നു കിട്ടി, അയാൾ അത് എടുത്തു, അയാൾ ഗിൽറ്റി ആണ്. അടുത്തതാണ് A sees Z drop purse, picks it to return, later keeps it, uses it, guilty. അതായത് A എന്ത് കണ്ടു, സീന്റെ കയ്യിൽ നിന്ന് അയാളുടെ പേഴ്സ് താഴെ വീഴുന്നത് കണ്ടു, അയാളത് പിന്നീട് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് എടുത്തു, പക്ഷെ അത് തിരിച്ചു കൊടുത്തില്ല, അയാളുടെ കയ്യിൽ തന്നെ വെച്ചു, അവിടെ എന്താണ്, അയാൾ ഗിൽറ്റി ആണ്. അടുത്തതാണ് A finds purse, later finds out it's Z's, still keeps. അതായത് എക്ക് പേഴ്സ് കിട്ടി, ആദ്യം അയാൾക്ക് അറിയില്ലായിരുന്നു ആരുടേതാണെന്നുള്ളത്, പിന്നീട് കണ്ടുപിടിച്ചു അത് സീന്റെ പേഴ്സാന്നുള്ളത്, എന്നിട്ടും തിരിച്ചു കൊടുത്തില്ല, യൂസസ് ഇറ്റ്, അയാൾ എന്താണ്, ഗിൽറ്റി ആണ്. Then A finds a ring, sells it immediately, സെൽ ചെയ്തത് കൊണ്ട് he is guilty. In simple words പറയുകയാണെന്നുണ്ടെങ്കിൽ, if you take someone else's movable property and use it for yourself knowing it's not yours, it's a crime. അതായത് നമ്മൾ മറ്റൊരു പേഴ്സന്റെ മൂവബിൾ പ്രോപ്പർട്ടി എടുക്കുകയാണ്, ആൻഡ് എനിക്കറിയാം ഇത് എന്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടും ഞാനത് എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ്, ഗിൽറ്റി ആണ്, അല്ലെങ്കിൽ ഞാനൊരു ക്രൈം കമ്മിറ്റ് ചെയ്തു. ഈവൻ ഇഫ് യു ഫൗണ്ട് ഇറ്റ് or took it by mistake, once you realize it's not yours and still keep it, you are guilty. അതായത് ഇപ്പൊ ബൈ മിസ്റ്റേക്ക് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് അല്ല, പക്ഷെ എപ്പം മുതൽ നമ്മൾ അറിയുന്നു അത് നമ്മളുടെ അല്ല എന്നുള്ളത്, അപ്പം മുതൽ നമ്മൾ ഗിൽറ്റി ആയി മാറും. ഓക്കെ, അതാണ് ഈ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 316. അതിൽ പറയുന്നത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനെ പറ്റിയിട്ടാണ്. If someone is trusted with property like money, goods, etc., or has control over it, and they dishonestly misuse, convert it for their own benefit, or dispose or use it against legal direction or the terms of the trust, they are said to have committed criminal breach of trust. അതായത് നമ്മളെ വിശ്വസിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം നമ്മളെ ഏൽപ്പിച്ചു, പക്ഷെ നമ്മളത് മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഓൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഏതെങ്കിലും ലീഗൽ കാര്യങ്ങളുണ്ട്, അതായത് നമ്മളൊരാൾ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചാല് ബൈ ലോ നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മൾ അതൊന്നും ആ ഒരു ഡയറക്ഷൻ ഒന്നും ഫോളോ ചെയ്തില്ല, നമ്മളത് മിസ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഗെയിനിന് വേണ്ടിയിട്ട് നമ്മളത് ആ ഒരു പ്രോപ്പർട്ടി എടുത്തു എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വരുന്നത്. അതായത് ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നു. This means breaking someone's trust by misusing property or money that was given to you for a specific purpose. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി നമ്മുടെ കയ്യിൽ തന്നതായിരിക്കും, ഒന്നെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് വല്ലതും നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച് തന്നതായിരിക്കും, പക്ഷെ നമ്മളത് എന്താണ്, ആ വിശ്വാസം മുതലെടുത്ത് നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അവിടെയാണ് ഈ പറഞ്ഞ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് സെക്ഷൻ 316 വരുന്നത്. ഇതിനകത്ത് വരുന്ന കീ പോയിന്റ്സ് എന്തൊക്കെയാണ്? എൻട്രസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഗിവൻ റെസ്പോൺസിബിലിറ്റി. എക്സാമ്പിൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തരുന്നു, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഇപ്പൊ മണി എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ തരികയോ, അല്ലെങ്കിൽ അവരുടെ മണി നമ്മൾ നമ്മുടെ കയ്യിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ എല്ലാം ചെയ്യും, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തരികയോ ചെയ്തു, പക്ഷെ നമ്മൾ അങ്ങനെ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വന്നു. അതിന്റെ അടുത്ത പോയിന്റ് ആണ് ഡിസ്ഓണസ്റ്റ് മിസ്യൂസ്. മീൻസ് യൂസിങ് ഇറ്റ് ഫോർ പേഴ്സണൽ ഗെയിൻ ഇൻസ്റ്റെഡ് ഓഫ് ദ പേർപ്പസ് ഇറ്റ് വാസ് ഗിവൺ. നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി അല്ലെങ്കിൽ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ആ സാധനം ഉപയോഗിക്കുന്നു, അതാണ് ഡിസോണസ്റ്റ് മിസ്യൂസ്. Then applies to individuals, employees, public servants, employers, etc. ഇത് ആരുടെയൊക്കെ മേലിലാണ് അപ്ലൈ ചെയ്യുന്നത്? എല്ലാ ഇൻഡിവിജ്വൽസിന്റെ മേലിലും വരും, പിന്നെ എംപ്ലോയീസ്, പബ്ലിക് സെർവൻസ്, എംപ്ലോയേഴ്സ് അവരുടെ അണ്ടറിലും വരും. ഇനി സ്പെഷ്യൽ കേസ് ഒരു പറയുന്നുണ്ട്, എംപ്ലോയർ PF ഡിഡക്ഷൻ. അതായത് ഇഫ് ആൻ എംപ്ലോയർ ഡിഡക്ട്സ് PF or ESI from an employee's salary and doesn't deposit it in the fund, it is treated as criminal breach of trust. അതെന്താ പറയുന്നത്? അതായത് നമുക്കറിയാം, ഇപ്പം ഈ ശമ്പളം ഈ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം ചിലപ്പോൾ ഫുള്ള് കൊടുക്കില്ല, പകരം എന്താ ചെയ്യുക, അവരെ കുറച്ച് പൈസ PF ഫണ്ട്, പെൻഷൻ ഫണ്ടെന്നോ അല്ലെങ്കിൽ എംപ്ലോയി സ്കീം ഫണ്ട് എന്നെന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് പൈസ മാറ്റി വെക്കും, എന്നിട്ട് ലാസ്റ്റ് ഇവര് ഇറങ്ങി കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കണു? എംപ്ലോയർ അങ്ങനെ സാലറിന്ന് ഈ പൈസ കട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവസാനം ഇവർക്ക് ആ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിന്റെ അണ്ടറിൽ വരും. കുറച്ച് ഇലുസ്ട്രേഷൻ ആണ്. എക്സിക്യൂട്ടർ ഓഫ് എ വിൽ ഹു കീപ്സ് ദ ഡിസീസ്ഡ് പ്രോപ്പർട്ടി ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിങ് ഇറ്റ്. അതായത് എക്സിക്യൂട്ടർ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വില്ല് എഴുതുന്ന സമയത്ത് ആ വില്ലിനെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ, അതായത് ആ കാര്യങ്ങളൊക്കെ ചുമതലയൊക്കെ ഏൽപ്പിച്ച് കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞത്. അയാളായിരിക്കും കറക്റ്റ് ഈ പറഞ്ഞ അവകാശികൾക്ക് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അയാൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം അയാൾ തന്നെ ആ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് ഗിൽട്ടി ഓഫ് എന്ത്? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. രണ്ടാമത്തതാണ് വെയർഹൗസ് കീപ്പർ സെൽസ് ഗുഡ്സ് ഗിവൺ ടു ഹിം ഫോർ സ്റ്റോറേജ്. അതായത് അയാളുടെ വെയർഹൗസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുഡ്സ് കൊടുത്തിട്ടുണ്ടായി, അയാൾ അത് സ്റ്റോർ ചെയ്യുന്നതിന് പകരം കൊണ്ടുപോയി വിറ്റ് പൈസ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഗിൽട്ടി. Then agent receives rupees 1 lakh to invest as per instructions but uses it for his own business, guilty. ഏജന്റിന്റെ കയ്യിൽ 1,00,000 രൂപ കൊടുക്കുകയാണ് എവിടെയെങ്കിലും ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇയാൾ അത് ഇൻവെസ്റ്റ് ചെയ്തില്ല, പകരം ഇയാളുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ he will also be guilty of the offense criminal breach of trust. ഇനി if the agent invests the money differently in good faith thinking it's better for the owner, not guilty, but owner can sue him civilly, which means ഈ ഏജന്റ് എന്ത് ചെയ്യുകയാണ്? ഈ പറഞ്ഞ പൈസ കൊടുത്ത ആള് ഓണർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, പക്ഷെ ഏജന്റിന് അറിയാം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നല്ലത് മറ്റെവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇൻ ഗുഡ് ഫെയ്ത്തിലാണ് ചെയ്തത്, ഈ ഓണറിന് ലാഭം വരുത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ he will be not guilty of എന്ത്? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിന് ഗിൽട്ടി ആകില്ല. പകരം വേണമെന്നുണ്ടെങ്കിൽ ഓണറിന് സിവിൽ കേസ് ഇയാൾക്ക് മേലെ ആക്കാൻ പറ്റും. അതായത് ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റൂല, ഏതെങ്കിലും സിവിൽ കേസിന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ ആണ് റവന്യൂ ഓഫീസർ ഹു കീപ്സ് ഗവൺമെന്റ് മണി ഫോർ ഹിംസെൽഫ്. ഒരു റവന്യൂ ഓഫീസർ ഗവൺമെന്റിന്റെ പൈസ സ്വന്തമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഗിൽട്ടി. Then a transporter misuses goods entrusted for delivery. അതായത് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടറിന്റെ കയ്യിൽ ഗുഡ്സ് കൊടുക്കുന്നു, അത് അയാൾ സ്വന്തമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ മറച്ചു വെക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ he will be guilty. Then ഇവിടെ നമ്മൾ ഓരോ പണിഷ്മെന്റ്സ് ആണ് പറയുന്നത്. പേഴ്സൺ കമ്മിറ്റിംഗ് ബ്രീച്ചും അവർക്കുള്ള മാക്സിമം പണിഷ്മെന്റും ആണ് പറയുന്നത്. എനി ജനറൽ പേഴ്സൺ, ഏതെങ്കിലും ഒരു ജനറൽ പേഴ്സൺ ആണ്, അതായത് നോർമൽ ഒരു പേഴ്സൺ ആണ് ഈ പറഞ്ഞ ബ്രീച്ച് നടത്തുന്നുണ്ടെങ്കിൽ ആൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? 5 years ജയിൽ ഓർ ഫൈൻ ഓർ ബോത്ത്. 5 വർഷം വരെ തടവും അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന ഒരു പണിഷ്മെന്റ് ആണ്. ഇനി ഒരു വെയർഹൗസ് കീപ്പർ, കാരിയർ അല്ലെങ്കിൽ വാർഫിംഗർ, അതായത് ഏതെങ്കിലും ഗോഡൌൺ വെയർഹൗസ് ഒക്കെ ഇല്ലേ അതിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ കീപ്പർ ആയിട്ട് നിൽക്കുന്ന ആള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന ആളെയാണ് നമ്മൾ കാരിയർ എന്ന് പറയുന്നത്. വാർഫിംഗർ എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിന്റെ ഒക്കെ സാധനങ്ങൾ ലോഡ് ചെയ്യുന്ന ആളെയാണ് വാർഫിംഗർ എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ആൾക്കാരാണ് ക്രിമിനൽ ബ്രീച്ച് നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താ? 7 years പ്ലസ് ഫൈൻ ആയിരിക്കും. ഇനി ക്ലർക്ക് അല്ലെങ്കിൽ സെർവന്റ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റോ? അവർക്കും 7 years പ്ലസ് ഫൈൻ ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു പബ്ലിക് സെർവന്റ് അല്ലെങ്കിൽ ബാങ്കർ അല്ലെങ്കിൽ ഏജന്റ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ then അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ലൈഫ് ഇംപ്രിസൺമെന്റ് ഓർ അപ് ടു 10 years പ്ലസ് ഫൈൻ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പം ഇൻ സമ്മറി എന്താണ്? If someone you trust with the money or property misuses it for themselves or breaks the rules of how it should be used, they have committed criminal breach of trust. The law takes this seriously, especially when it involves the employees, government servants or employers with punishment up to life imprisonment in serious case. അതായത് ട്രസ്റ്റിന്റെ പുറത്ത് ഒരാൾ നമ്മൾ ഏതെങ്കിലും അയാളുടെ പ്രോപ്പർട്ടിയോ മണിയോ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് ആ ഒരു മണി അല്ലെങ്കിൽ പ്രോപ്പർട്ടി മിസ്യൂസ് ചെയ്തു നമ്മളുടെ ഓൺ ബെനിഫിറ്റിന് വേണ്ടി നമ്മളത് മിസ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രൈം ആണ്, അല്ലെങ്കിൽ അത് ചെയ്ത ആള് ഗിൽട്ടി ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് ആ ചെയ്ത ആള് ഈ പറഞ്ഞ ഒരു ഗവൺമെന്റ് സെർവന്റോ അല്ലെങ്കിൽ ഒരു എംപ്ലോയറോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് കുറച്ചും കൂടി സീരിയസ് ആയിരിക്കും. അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് പോലുള്ള സീരിയസ് ഓഫ്
പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണത്. അത്രയാണ് നമ്മൾ പാർട്ട് 1 നോക്കുന്നത്. ഇനി ബാക്കി പാർട്ട് 2 പറയുന്നതാവും.